റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഈ സീരീസിൻ്റെ 6ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റോം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കലിഗുലയാണ്. പക്ഷേ കലിഗുല വലിയൊരു അപകടത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വലിയ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിമിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നിരവധി ആളുകൾ അവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. സ്റ്റേഡിയം നിറയെ ആളുകളുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ് കലിഗുല. ആ യാത്രക്കിടയിൽ ഒരു ചെറിയ ഇടനാഴിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുവഴി അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള കസിയസും അതുപോലെ തൻ്റെ അമ്മാവനായിട്ടുള്ള കൺസ്യൂളായിട്ടുള്ള ക്ലൗഡിയസുമാണ്. നടന്ന് മുന്നേ പോകുമ്പോൾ എതിർദിശയിൽ നിന്നും കുറച്ച് ആളുകൾ തൻ്റെ നേർക്ക് വരുന്നു. ആരും അപ്രകാരം തൻ്റെ നേർക്ക് വരാറുള്ളതല്ല. ആ ഒരു കോറിഡോർ അല്ലെങ്കിൽ ആ ഒരു കവാടം തനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആരാണ് തൻ്റെ എതിർദിശയിലൂടെ നടന്നു വരുന്നത്? പരിചിതമായിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ്. സെനറ്റിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ കയ്യിൽ കഠാരകളുണ്ട്. പൊടുന്നനെ തന്നെ കലിഗുലയുടെ ചുണ്ടുകളൊന്ന് ചലിച്ചു. കസിയസ് എന്ന പേര് ഉയർന്നു കേട്ടു. അത് കേൾക്കേണ്ട താമസം കയ്യിലുണ്ടായിരുന്ന വാള് ഊരിപ്പിടിച്ചുകൊണ്ട് കസിയസ് മുൻപിലേക്ക് എടുത്തു ചാടി. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ക്ലൗഡിയസ് ആകെ പരിഭ്രാന്തിയിലാണ്. കസിയസിനോട് ഈ പ്ലാൻ നേരത്തെ പറഞ്ഞതാണ് കലിഗുലയെ കൊല്ലാമെന്ന്. പക്ഷേ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയല്ല കസിയസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കലിഗുലയുടെ അന്ത്യമായിരിക്കുമോ അതോ എൻ്റെ അന്ത്യമായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത്? കാര്യങ്ങൾ ക്ലൗഡിയസിന് അനുകൂലം തന്നെയായിരുന്നു. കസിയസ് കുത്തി വീഴ്ത്തിയത് എതിരെ വന്ന സെനറ്റ് അംഗങ്ങളെ അല്ല, സാക്ഷാൽ കലിഗുലയെ തന്നെയാണ്. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ചക്രവർത്തിയില്ലാത്ത റോമൻ സാമ്രാജ്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് അടുത്ത ചക്രവർത്തി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കലിഗുല നൽകിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ നന്നേ ചെറുപ്പമായിരുന്നു. അടുത്ത രാജാവിനെ അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത രാജാവാകാൻ യോഗ്യതയുള്ള ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കലിഗുലയ്ക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുട്ടി പോലുമില്ല. പക്ഷേ അവസാനം വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ തന്നെയാണ് കലിഗുല തെരഞ്ഞുപിടിച്ച് വിവാഹം ചെയ്തത്. അതിലൊരു കുട്ടിയുണ്ട്. ഒരു പെൺകുട്ടിയാണ്, പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് എന്തായാലും അടുത്ത ചക്രവർത്തിയായി മാറാൻ സാധിക്കുന്നതല്ല. കാരണം പെൺകുട്ടികൾക്ക് ഒരിക്കലും ചക്രവർത്തിയാകാൻ സാധിക്കുന്നതല്ല. പക്ഷേ ആ പെൺകുട്ടിയെ വേറെ ആരെങ്കിലും വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർ അടുത്ത ചക്രവർത്തിയായിട്ട് വരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം അവരാണ് ഏറ്റവും യോഗ്യര്. അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കുകയില്ല. എന്നാൽ പോലും ഇപ്പോൾ കലിഗുലയെ കൊന്നിട്ടുള്ള കസിയസും അതുപോലെ തന്നെ മറ്റ് സെനറ്റ് അംഗങ്ങളും ആ പെൺകുട്ടിയെയും കൊല്ലുകയാണ്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ സാധിക്കുകയില്ല. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ പെൺകുട്ടിയിലൂടെ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രാജ്യഭരണം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കലിഗുലയുടെ ഭാര്യയെയും മകളെയും അവർ ക്രൂരമായിട്ട് തന്നെ കൊന്നുകളയുകയാണ്. സെനറ്റിൽ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക സെനറ്റേഴ്സും പറയുന്നത് ഇനി ഇവിടെ ഒരു എംപറർ വേണ്ട എന്നാണ്. ചക്രവർത്തിയുടെ ആവശ്യമില്ല, പഴയതുപോലെ റിപ്പബ്ലിക്കായിട്ട് തുടർന്നാൽ മതി. ഈ സെനറ്റിനെ നിയന്ത്രിക്കാനായിട്ട് കൺസ്യൂൾ പദവിയുള്ള 1-2 പേരെ തിരഞ്ഞെടുക്കാം, അങ്ങനെ മാത്രം മതി. പക്ഷേ പ്രൊട്ടേറിയൻ ഗാർഡിന് ആ ഒരു അഭിപ്രായമില്ല. പ്രൊട്ടേറിയൻ ഗാർഡിലെ പട്ടാളക്കാരും ആ ചർച്ചയുടെ ഭാഗമായിട്ട് മാറി. അവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചക്രവർത്തി ഇല്ല എങ്കിൽ പ്രൊട്ടേറിയൻ ഗാർഡ് തന്നെ പിന്നെ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം പ്രൊട്ടേറിയൻ ഗാർഡ് എന്ന് പറയുന്നത് ചക്രവർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സേനയാണ്. അവർ ഒരിക്കലും സെനറ്റിൻ്റെ കീഴിൽ വരുന്നതല്ല. ചക്രവർത്തിക്ക് മാത്രമാണ് അവരുടെ മേൽ അധികാരമുള്ളത്. അതായത് സെനറ്റിന് ഏതാണ്ട് സമാനമായിട്ടുള്ള ഏതാണ്ട് അതേ പവർ തന്നെ ഉള്ള മറ്റൊരു സഖ്യമാണ് ഈ പ്രൊട്ടേറിയൻ ആർമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടേറിയൻ ഗാർഡ് എന്ന് പറയുന്നത്. പ്രൊട്ടേറിയൻ ഗാർഡ് ശക്തമായിട്ട് തന്നെ ഇതിനെ എതിർത്തു. തീർച്ചയായിട്ടും ഇവിടെ ഒരു എംപറർ വരേണ്ടതാണ്. അപ്പോൾ സെനറ്റ് അംഗങ്ങൾ ചോദിച്ചു, ആരെയാണ് നിങ്ങൾ എംപററായിട്ട് ഉയർത്തി കാണിക്കുന്നത്? അതിന് യോഗ്യതയുള്ള ആരിവിടെ ഉണ്ട്? അപ്പോൾ സെനറ്റിൽ നിന്ന് തന്നെ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ ആരുമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ ഞാനുണ്ട്. അങ്ങനെ പലരും സ്വന്തം പേരുകൾ ഉയർത്തി കാണിക്കാൻ തുടങ്ങി. എനിക്കും ഒരു എംപററാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ സെനറ്റ് അംഗങ്ങൾക്കിടയിൽ തന്നെ വലിയ തർക്കമായി. എന്നാൽ ആ തർക്കങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള കസിയസ് തന്നെ പറഞ്ഞു, ഇവിടെ ക്ലൗഡിയസ് ഉണ്ട്. ക്ലൗഡിയസിനെ അടുത്ത ചക്രവർത്തിയാക്കി മാറ്റാം. അതായത് കലിഗുലയുടെ അമ്മാവനുണ്ട്. അമ്മാവന് ചില വൈകല്യങ്ങളൊക്കെ ഉണ്ട്. അയാളൊരു മുടന്തനാണ്. സാധാരണ ഒരു മനുഷ്യനെ പോലുള്ള ഒരു വ്യക്തിയല്ല. അയാൾ എല്ലാ കാര്യങ്ങൾക്കും അല്പം സ്ലോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഒരു കാലത്തും ഒരു തരത്തിലുള്ള അധികാരവും ലഭ്യമാകാതെ പോയത്. കലിഗുലയാണ് അയാൾക്ക് കൺസ്യൂൾ പദവി തന്നെ എടുത്തു വെച്ച് കൊടുത്തത്.
പക്ഷേ ഇതിനെ സെനറ്റ് അംഗങ്ങൾ എതിർക്കുകയാണ്. ഒരിക്കലും ക്ലൗഡിയസിന് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രൊട്ടേറിയൻ ഗാർഡ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ക്ലൗഡിയസിൻ്റെ പേര് പറയുമ്പോൾ പലരും ആ പേരിനെ എതിർക്കുമെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചില കളികളൊക്കെ കളിച്ചിട്ട് തന്നെയാണ് പ്രൊട്ടേറിയൻ ഗാർഡ് ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സെനറ്റിലുള്ള ചില അംഗങ്ങൾക്ക് ധാരാളമായിട്ട് പണം അവർ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടേറിയൻ ഗാർഡ് പിന്നെ ഇല്ല, ചക്രവർത്തി ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ പ്രൊട്ടേറിയൻ ഗാർഡ് ഉണ്ടാകാൻ വേണ്ടി അവർ അവരുടെ സകല സ്വത്തുക്കളും ഈ സെനറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ സെനറ്റേഴ്സിനുമല്ല, കുറച്ച് സെനറ്റേഴ്സിന്. അങ്ങനെ കുറച്ച് സെനറ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് പ്രൊട്ടേറിയൻ ഗാർഡിന് ഇവിടെ ലഭ്യമാവുകയാണ്. എങ്കിലും വലിയ ചർച്ച തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുല്യമായിട്ടുള്ള ശക്തികളാണ്. എംപറർ ഇവിടെ വേണ്ട, റിപ്പബ്ലിക് മാത്രം മതിയെന്ന് പറയുന്ന ഒരു സഖ്യം, അതിൻ്റെ എതിർഭാഗത്തായിട്ട് ഇവിടെ എംപറർ വേണമെന്ന് വാദിക്കുന്ന മറ്റൊരു സഖ്യം തുല്യശക്തരായിട്ട് തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേദിയിലേക്ക് ക്ലൗഡിയസ് എത്തിച്ചേരുകയാണ്. മുടന്തനായിട്ടുള്ള ക്ലൗഡിയസ് മുടന്തി തന്നെയാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. ആ മുടന്ത് കാണുമ്പോൾ തന്നെ ക്ലൗഡിയസിനെ അനുകൂലിക്കുന്ന പക്ഷത്തിന് ചെറിയൊരു നിരാശ തന്നെ തോന്നി. കാരണം ഒരു മുടന്തനെയാണല്ലോ ചക്രവർത്തി ആക്കണമെന്ന് അവർ വാദിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല. മുടന്തനാണേലും അല്ലെങ്കിലും രാജാവോ മന്ത്രിയോ ഒക്കെ ആകാം, അതൊരു അയോഗ്യതയായിട്ട് മാറുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ചക്രവർത്തി ആകാനായിട്ട് കുറേ അധികം യോഗ്യതകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട യോഗ്യത തന്നെയാണ് ആരോഗ്യം. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു മുടന്തനാണ്. ക്ലൗഡിയസ് വന്നപ്പോൾ എല്ലാവരും ഒന്ന് ശാന്തനായി. കാരണം അവിടുത്തെ സെനറ്റ് അംഗങ്ങളുടെ ഒരു നേതാവ് തന്നെയാണ്. കാരണം കൺസ്യൂൾ പദവി ഇപ്പോഴും ഈ ക്ലൗഡിയസിനുണ്ട്. അതായത് സെനറ്റിൻ്റെ ലീഡറാണ് ക്ലൗഡിയസ്. ക്ലൗഡിയസ് വന്നപ്പോൾ എല്ലാവരും ശാന്തരായി. ക്ലൗഡിയസ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചക്രവർത്തി ആക്കണമെന്നോ ആക്കണ്ടായെന്നോ ഒന്നും പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. കുറേ പേരൊക്കെ എന്നെ എതിർക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. കുറേ പേരൊക്കെ അനുകൂലിക്കുന്നുമുണ്ട്. ഇതിലേതെങ്കിലും ഒരു പക്ഷം തീർച്ചയായിട്ടും വിജയിക്കും. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ചക്രവർത്തിയാകാനുള്ള സാധ്യത 50%. അപ്പോൾ ഞാൻ അങ്ങനെ ചക്രവർത്തിയാവുകയാണെങ്കിൽ എന്നെ അനുകൂലിച്ചവരോടൊപ്പമായിരിക്കും ഞാൻ നിൽക്കുക. ചിലപ്പോൾ എന്നെ അനുകൂലിക്കാത്ത, എന്നെ എതിർത്ത ആളുകൾക്കെതിരെ പ്രതികാര നടപടി എടുക്കാൻ പോലും ഒരു സാധ്യതയുണ്ട്. ഇത്രയും മാത്രമേ ക്ലൗഡിയസ് പറയുന്നുള്ളൂ. അധികം വൈകിയില്ല ക്ലൗഡിയസിനെ അടുത്ത ചക്രവർത്തിയായിട്ട് സെനറ്റ് ഐക്യകണ്ഠം തീരുമാനിക്കുകയായിരുന്നു. മികച്ച ഒരു സ്പീച്ച് തന്നെയായിരുന്നു ക്ലൗഡിയസിൻ്റേത്. ക്ലൗഡിയസിന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷേ അയാൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ക്ലൗഡിയസ് അങ്ങനെ അടുത്ത ചക്രവർത്തിയായിട്ട് മാറുകയാണ്. ഒരു മികച്ച ചക്രവർത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ തറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ മികച്ച ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിന് അഭിമാനിക്കാൻ തക്ക രീതിയിലുള്ള പല നേട്ടങ്ങളും അയാൾ കൈവരിക്കുന്നുമുണ്ട്. നിങ്ങൾ തന്നെ പറയണം, ക്ലൗഡിയസ് മികച്ച ചക്രവർത്തിയാണോ അല്ലയോ എന്ന്. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഈ പറയാൻ പോകുന്നത് ക്ലൗഡിയസിൻ്റെ ഭരണത്തെക്കുറിച്ചാണ്. ക്ലൗഡിയസിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. ചക്രവർത്തി ആയതിനു ശേഷം തന്നെ ആദ്യം അയാൾ ചെയ്തത് തൻ്റെ മരുമക്കളെ തിരികെ കൊണ്ടുവരിക എന്ന ദൗത്യമായിരുന്നു. കലിഗുല നാട് കടത്തിയ 2 പേരുണ്ട്, അഗ്രിപ്പിനെയും ലിവിലെയും. അവർ 2 പേരെയും തിരികെ മടക്കി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ലിവിലയെ അധികം വൈകാതെ വീണ്ടും നാട് കടത്തേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ക്ലൗഡിയസിൻ്റെ ഭാര്യയാണ്, മെസ്സലീന. വളരെയധികം ശക്തിയായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ്. ക്ലൗഡിയസിൻ്റെ ഒരു പോരായ്മയായിട്ട് പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് അയാളുടെ ഭാര്യമാരുടെ ശക്തി വെച്ചിട്ടാണ്. കാരണം ക്ലൗഡിയസ് ശരിക്കും ഈ ഭാര്യമാരുടെ കൺട്രോളിലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു ഭാര്യയേ ഉള്ളൂ. കാരണം ഒരു ഭാര്യ മാത്രമേ ഒരു റോമക്കാരൻ ഉണ്ടാകാൻ പാടുള്ളൂ. മെസ്സില്ലയാണ് ഇപ്പോൾ നിലവിലുള്ള ഭാര്യ. മെസ്സില്ലയ്ക്ക് വലിയ അധികാരങ്ങളാണ് ഉള്ളത്. ആ അധികാരങ്ങൾ മെസ്സില്ലയ്ക്ക് വെച്ച് കൊടുക്കുന്നതല്ല, അവരുടെ ശക്തി ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള അധികാരങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്. ക്ലൗഡിയസിന് അത് അടിച്ചമർത്താൻ സാധ്യമാകുന്നില്ല. ഇവിടെ ഒരു അഡൾട്ടറിയുടെ പേരിൽ, അതായത് മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന പേരിലാണ് ഈ ലിവിലയെ വീണ്ടും നാട് കടത്തുന്നത്. അങ്ങനെ ഒരു കുറ്റം ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണോ റെക്കോർഡറോ ഒന്നുമില്ല, ആരുടെയും ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എങ്ങനെയാണ് തെളിയുന്നത്? ആരെങ്കിലുമൊക്കെ അത് സാക്ഷ്യം വഹിക്കണം, മറ്റൊരു പുരുഷനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ സാക്ഷ്യം വഹിച്ചിട്ട് കാര്യമില്ല. ഒരു സാധാരണക്കാരൻ സാക്ഷി ആയതുകൊണ്ട് സെനറ്റിൽ ആ കേസ് നിൽക്കുകയില്ല, അത് തള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ വളരെയധികം അതോറിറ്റി ഉള്ള സെനറ്റിലെ ഏതെങ്കിലും അംഗങ്ങളോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്യൂറോക്രാറ്റോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഏതെങ്കിലും കുടുംബത്തിലെ അംഗങ്ങളോ ആയിരിക്കണം ഇതിന് സാക്ഷ്യം വഹിക്കാനായിട്ട്. അപ്പോൾ ആരെങ്കിലും കൊണ്ട് കള്ളസാക്ഷി പറയിപ്പിച്ചാലോ? ഇപ്പം മെസ്സലീന എന്ന് പറയുന്നത് ചക്രവർത്തിയുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ചക്രവർത്തിനിയാണ്. അപ്പം ചക്രവർത്തിനി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ അടുത്ത പ്രതികാര നടപടി അവർക്കെതിരെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മെസ്സലീന പറയുന്നതനുസരിച്ച് പലരും പറയുന്ന രീതിയിൽ തന്നെ സാക്ഷി പറയാൻ തുടങ്ങി. ആദ്യത്തെ സാക്ഷി പറയുന്നത് ഈ ലിവിലയ്ക്കെതിരെയാണ്. ലിവിലയെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർത്തി. റോമിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം പാടില്ല. അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതാണ്. വലിയ രീതിയിൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയാണ് റോമാക്കാർ. അവിടെ ഒരാൾക്ക് ഒരു ഭാര്യയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഭർത്താവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരുന്നതാണ്. ഇങ്ങനെ ലിവിലയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കുകയാണ്, അവളെ നാട് കടത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ മെസ്സലീനയുടെ ഈ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മെസ്സലീന ഇനി അങ്ങോട്ട് ഒരുപാട് പേരെ ഇത്തരത്തിൽ കൊല്ലുകയും നാട് കടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ആരോപിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ഈ അഡൾട്ടറിയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലിവില ഒരു കുറ്റക്കാരി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എന്തിനാണ് ലിവിലയെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് മെസ്സലീന തീരുമാനിക്കുന്നത്? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ലിവിലയുടെ ഭർത്താവാണ്. അടുത്ത ചക്രവർത്തി ആരാകണമെന്നുള്ള ഒരു ചർച്ച വന്ന സമയത്ത് പലരും ഉന്നയിച്ച ഒരു പേരുണ്ട്. അത് ലിവിലയുടെ ഭർത്താവിൻ്റെ പേരാണ്. ഭർത്താവിന് വലിയ കുടുംബ പാരമ്പര്യമൊന്നുമില്ല. പക്ഷേ ലിവിലയുടെ ഭർത്താവാകുമ്പോൾ ആ ഭർത്താവിന് കുടുംബ പാരമ്പര്യമുണ്ട്. കാരണം ലിവില മുൻ ചക്രവർത്തിയുടെ പെങ്ങളാണ്. അപ്പോൾ വലിയ ഒരു അധികാരം അയാൾക്കുണ്ട്. പക്ഷേ ലിവിലയെ ഇങ്ങനെ നാട് കടത്തിക്കഴിഞ്ഞാൽ, ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ലിവില ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് സെനറ്റിലെ ഒരു അംഗമായിട്ട് തുടരാൻ പോലും സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനൊരു നീക്കം മെസ്സലീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ലിവിലയെ നാട് കടത്തിയെന്ന് മാത്രമല്ല, അവളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് തീരുമാനിച്ചത്. സെനറ്റിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഓർഡറൊന്നും ഉണ്ടായില്ല. അതിന് മുന്നിട്ടിറങ്ങിയത് മെസ്സലീന തന്നെയാണ്. മെസ്സലീന ആ ഭാഗത്തുണ്ടായിരുന്ന പട്ടാളക്കാർക്ക് കൃത്യമായിട്ടുള്ള ഓർഡർ കൊടുത്തു. ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ പട്ടിണി കടന്ന് അവൾ മരണമടഞ്ഞു. അതോടുകൂടി ലിവിലയുടെ ഭർത്താവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രതിസന്ധി ഇല്ലാതെയാവുകയായിരുന്നു. ക്ലൗഡിയസിനും മെസ്സലീനയ്ക്കും ഇനി അങ്ങനൊരു വ്യക്തിയെ ഭയക്കേണ്ട ആവശ്യമില്ല. സെനറ്റിന് കലിഗുലയുടെ മേൽ വലിയ ദേഷ്യമുണ്ട്. ഒരുപാട് സെനറ്റ് അംഗങ്ങളെ ഒരു കാര്യവുമില്ലാതെ കൊന്നുകളഞ്ഞ വ്യക്തിയാണ് കലിഗുല. അതുകൊണ്ട് തന്നെ കലിഗുല സ്വന്തം പേരിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പ്രതിമകളും അവർ നശിപ്പിച്ച് കളയുകയാണ്. ഒരുപാട് അമ്പലങ്ങൾ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ അമ്പലങ്ങളൊക്കെ തന്നെയും നശിപ്പിച്ചു കളഞ്ഞു. അതിനു പുറമെ കലിഗുലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും കത്തിച്ച് കളയാനും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനും അവർ തീരുമാനിക്കുകയുണ്ടായി. ഒരു വ്യക്തിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്. ഒരാളെ കൊന്നു കഴിഞ്ഞതോടുകൂടി എല്ലാം കഴിയുന്നില്ല. അയാളുടെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതെയാക്കുകയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രക്രിയ. അതിലേർപ്പെടാൻ സെനറ്റ് തീരുമാനിച്ചു. പക്ഷേ അതിന് തടയിടുന്നത് ചക്രവർത്തിയായിട്ടുള്ള ക്ലൗഡിയസ് ആണ്. ക്ലൗഡിയസ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, കലിഗുല നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അയാളുടെ പ്രതിമകളൊക്കെ നിങ്ങൾ നീക്കം ചെയ്തു, ഞാൻ അതിനെ എതിർത്തൊന്നുമില്ല. പക്ഷേ ആ രേഖകൾ നശിപ്പിക്കാൻ പാടില്ല. കാരണം എൻ്റെ രക്തവും ഈ കലിഗുലയുടെ രക്തവും ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ മകനാണ് കലിഗുല. ഈ സമയത്ത് ജുദിയയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ജുദിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പലസ്തീനും ഇസ്രയേലും ഒക്കെ നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ധാരാളമായിട്ടും ജൂതന്മാർ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു രാജ്യമാണ്. അതൊരു പ്രൊവിൻസ് അല്ല, അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ഒന്നുമല്ല. പക്ഷേ ഒരു സാമന്ത രാജ്യമാണ്. അവരെ പിടിച്ചടക്കിയിട്ടുണ്ട്. അവിടെ നിന്നും കരം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്വയം ഭരിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കാനുള്ള കാരണം നിലവിലുള്ള ചക്രവർത്തി അല്ലെങ്കിൽ നിലവിലുള്ള അവിടുത്തെ രാജാവ് മരണമടഞ്ഞു. അതിനുശേഷം പുതിയൊരു രാജാവ്, ആ രാജാവിൻ്റെ അനന്തരവൻ പുതിയ രാജാവായിട്ട് വന്നിട്ടുമുണ്ട്. അയാൾക്ക് ജൂതന്മാരോട് വലിയ പ്രീതിയൊന്നുമില്ല. അതുകൊണ്ട് അവരോട് അവരുടെ ആരാധനാക്രമങ്ങളൊക്കെ ഉപേക്ഷിക്കാനും മതം ഉപേക്ഷിക്കാനും ഒക്കെ അയാൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ തന്നെ ക്ലൗഡിയസ് തീരുമാനിച്ചു. ക്ലൗഡിയസ് അധികാരത്തിലേക്ക് എത്തി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. വളരെ മികച്ചൊരു നീക്കമാണ് ക്ലൗഡിയസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അയാൾ നേരിട്ട് തന്നെ അവിടെ ഇടപെടുന്നുണ്ട്. അവിടെ ജൂതന്മാർക്ക് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ മതക്രമങ്ങളൊക്കെ നടത്താനുള്ള അനുവാദം കൊടുക്കുകയുണ്ടായി. അതിനുപരിയായിട്ട് ഒരു കാര്യം കൂടി അയാൾ കൂട്ടിച്ചേർത്തു. നിങ്ങൾ നിങ്ങളുടെ ആരാധനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ വേറൊരു മതത്തിൽപ്പെട്ടൊരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ
അവരുടെ ആരാധന നടത്തുകയാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ എതിർക്കുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കുന്നതാണ്. അങ്ങനെ അവിടെ വീണ്ടും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവുകയാണ്. റോമിന് ഒരുപാട് സാമന്ത രാജ്യങ്ങളുണ്ട്, ഒരുപാട് പ്രൊവിൻസ് ഉണ്ട്, ധാരാളമായിട്ട് ടാക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പണത്തിന് വലിയ പ്രശ്നമില്ല, കാരണം കലിഗുലയുടെ ധൂർത്തൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ക്ലൗഡിയസ് എന്ന് പറയുന്ന ഒരു ധൂർത്തനായിട്ടുള്ള ചക്രവർത്തിയൊന്നുമല്ല, അയാൾക്ക് അങ്ങനെ അധികം ധൂർത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടൈബീരിയസിനും കലിഗുലയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലൗഡിയസ്. അതായത് ടൈബീരിയസ് എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് രാജ്യത്ത് നടപ്പിലാക്കുന്നതല്ല, പുള്ളിയുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമേ ബാധകമുള്ളൂ. അതേസമയത്ത് കലിഗുല രാജ്യം മുഴുവനും എപ്പോഴും ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തിയാണ്. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്, ഒരുപാട് പ്രതിമകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ക്ലൗഡിയസ് ഇത് രണ്ടിനും ഇടയിലാണ്. അയാൾ ഗെയിമുകൾ നടത്തുന്നുണ്ട്, ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ താരതമ്യേന ക്ലൗഡിയസിന് കുറവുമായിരുന്നു. അതുകൊണ്ട് പണത്തിന് വലിയ ക്ഷാമമില്ല. എന്നാലും കൃത്യമായിട്ട് ഇവിടെ ധാന്യമണികൾ ലഭ്യമാകുന്നില്ല. റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ആ പ്രദേശത്ത് ജനസംഖ്യ ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിലാണ് വരുന്നത്. ആ സമയത്ത് അവിടെ സെൻസസ് നടന്നിട്ടില്ല, പക്ഷേ പിന്നീട് അധികം വൈകാതെ നടത്തിയ സെൻസസിലൂടെ അത്രയും ജനസംഖ്യ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും പേരെ തീറ്റിപ്പോറ്റാനുള്ള ധാന്യമണികൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ വെളിരാജ്യങ്ങളിൽ നിന്നും അവരുടെ സാമന്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ കപ്പലിലേറി ഇവിടെ ധാന്യമണികൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞുകാലം ആയിക്കഴിഞ്ഞാൽ കപ്പലുകൾ വരാതെയാകും. കാരണം മൂടൽമഞ്ഞ് കാരണം കപ്പലുകൾക്ക് ദിശ തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കപ്പലുകളെ ഇവിടെ എത്തിക്കാറില്ല. കൃത്യമായിട്ടുള്ള ഓർഡർ തന്നെ ക്ലൗഡിയസ് കൊടുക്കുന്നുണ്ട്. വിൻ്ററോ സമ്മറോ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ കപ്പലുകൾ ഇവിടെ എന്തായാലും എത്തിയിരിക്കണം. അപ്പോൾ വ്യാപാരികൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, അങ്ങനെ ശരിയാവുകയില്ല, കാരണം മഞ്ഞുകാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് കപ്പലുകൾ നഷ്ടമാകും, ഞങ്ങളെ സാമ്പത്തികമായിട്ടത് തകർക്കുന്നതാണ്. വേനൽക്കാലത്ത് ഞങ്ങൾ കൂടുതലായിട്ട് ധാന്യമണികളൊക്കെ എത്തിക്കാം, പക്ഷേ മഞ്ഞുകാലത്ത് അത് പ്രയാസമാണ്. ക്ലൗഡിയസ് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മഞ്ഞുകാലത്ത് നിങ്ങൾക്ക് നഷ്ടമാകുന്ന കപ്പലുകളുടെ എല്ലാ നഷ്ടവും ഞാൻ നികത്തിക്കോളാം, അല്ലെങ്കിൽ റോം നികത്തിക്കോളാം. നിങ്ങൾ എല്ലാ മാസവും ഇവിടെ കപ്പലുകൾ എത്തിക്കുക. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഓസ്റ്റിയ എന്ന് പറയുന്ന ഒരു ഹാർബറിലാണ് ഈ കപ്പലുകൾ എത്തുന്നത്. പക്ഷേ ഓസ്റ്റിയ ഒരു ചെറിയ ഹാർബറാണ്. അവിടെ ഒരുപാട് കപ്പലുകൾക്ക് ഒരേ സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. കുറച്ച് കപ്പലുകളെ മാത്രമേ അവിടെ അടുപ്പിക്കാനും സാധനം ഇറക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ആ കപ്പൽ ആഴ്ചകളോളം അവിടെ തുടർന്ന് പോകുന്നതാണ്. കാരണം ആ കപ്പലിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട് കുറേയധികം നേരം വേണം. അപ്പോൾ അധികം കപ്പലുകൾക്ക് ഒരേ സമയത്ത് അവിടെ സാധനം ഇറക്കാൻ പറ്റത്തില്ല. ഇത് വലിയ രീതിയിലുള്ള ഷോർട്ടേജ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഷോർട്ടേജ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ക്ലൗഡിയസിൻ്റെ സ്ഥാനം പോലും നഷ്ടമായേക്കും. കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർ സമരം നടത്തും. ഒരുപക്ഷെ ചക്രവർത്തിയെ തന്നെ പിടിച്ച് താഴെ ഇടാനുള്ള കെൽപ്പ് അവർക്കുണ്ട്. ക്ലൗഡിയസിന് ഇത് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം ക്ലൗഡിയസ് അതുകൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഓസ്റ്റിയയിലെ ഹാർബർ വലുതാക്കുക, അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. അത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും തീർക്കാൻ പറ്റുന്ന പണിയല്ല. ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നതാണ്. ഒരുപാട് പണവും ആവശ്യമായിട്ട് വരുന്നതാണ്. ആ പണമൊക്കെ അദ്ദേഹം കൊടുക്കാനുള്ള ഓർഡർ ഇറക്കുന്നുണ്ട്. പണി ഉടൻ തന്നെ ആരംഭിക്കുന്നുമുണ്ട്. ക്ലൗഡിയസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു നിയമം കൂടി ഇറക്കുകയാണ്. അതായത് അടിമകളെ ഫ്രീമനാക്കി മാറ്റാൻ സാധിക്കും. നേരത്തെയും അത് സാധ്യമായിരുന്നു, പക്ഷേ ആ അടിമകളുടെ ഉടമ മരിക്കുമ്പോൾ മാത്രമായിരുന്നു അത് സാധ്യമാകുന്നത്. അടിമകൾ ഇനി വേണ്ട, ഇനി ഫ്രീമനായിട്ട് തുടരാം. ഫ്രീമൻ ആകുക എന്ന് പറയുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും യജമാനിൽ നിന്നും രക്ഷപ്പെടുന്നില്ല. അവർക്ക് ജോലി ചെയ്യേണ്ടി വരും, പക്ഷേ ആ ജോലി ചെയ്യുന്നതിനുള്ള വേതനം അവർക്ക് ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നതാണ്. അടിമകൾക്ക് വേതനമൊന്നുമില്ല, പറയുന്ന ജോലി അതേപടി ചെയ്യേണ്ടതാണ്. പക്ഷേ ഫ്രീമൻ ആയിക്കഴിഞ്ഞാൽ ഫ്രീമന് ശമ്പളം ചോദിക്കാം, ആ ശമ്പളം അവർക്ക് കിട്ടുന്നതാണ്. എല്ലാവർക്കും സ്ലേവ്സ് ഉണ്ട്. ഈ പറയുന്ന ക്ലൗഡിയസിനും സ്ലേവ്സ് ഉണ്ട്. ക്ലൗഡിയസിൻ്റെ 4 സ്ലേവ്സിനെയും ഫ്രീമൻ ആക്കിക്കൊണ്ട് തന്നെയാണ് അയാൾ ആദ്യത്തെ ആ നിയമം തന്നെ എഴുതി വയ്ക്കുന്നത്. അത് ക്ലൗഡിയസിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു നന്മ ഉള്ള കാര്യമായിരുന്നു. കാരണം ക്ലൗഡിയസിന് 4 പേരെ കിട്ടുകയാണ്. 4 സ്ലേവ്സ് ആണെങ്കിൽ ആ സ്ലേവ്സ് ചതിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം അവർക്ക് വേതനമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇവരെ ഫ്രീമനാക്കി മാറ്റിയിരിക്കുകയാണ്. ഫ്രീമനാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുക? ക്ലൗഡിയസ് അവർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഔദാര്യം. തങ്ങൾക്ക് വേണ്ടി ക്ലൗഡിയസ് ഒരു നിയമം തന്നെ ഇറക്കിയിരിക്കുന്നു. അവർ സ്വന്തം ജീവൻ കൊടുത്തും ക്ലൗഡിയസിനെ സംരക്ഷിക്കുന്നതാണ്. അവരങ്ങനെ സംരക്ഷിക്കുന്നുമുണ്ട്. ഈ ഫ്രീമൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് വിചാരണയിലൂടെ തെളിയിക്കുകയാണെങ്കിൽ
ഫ്രീമെനെ വീണ്ടും സ്ലേവ് ആക്കി മാറ്റാനുള്ള ഒരു നിയമവുമുണ്ട്. 4 ഫ്രീമെൻ ഉണ്ട് ക്ലൗഡിയസിനെന്ന് പറഞ്ഞു. ആ 4 ഫ്രീമെനിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കരുത്തനായ വ്യക്തി നാഴ്സിയസ് ആണ്. നാഴ്സിയസ് വലിയ രീതിയിൽ തന്നെ ക്ലൗഡിയസിനെ സഹായിക്കുന്നുണ്ട്. ഭരണകാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നത് നാഴ്സിയസ് നേരിട്ടാണ്. കാരണം അയാളിപ്പോൾ വെറും അടിമയല്ല, ഇപ്പോൾ ഒരു ഫ്രീമനാണ്. ഇവിടെ വലിയൊരു വിചാരണ നടക്കുന്നുണ്ട്. ഒരു ഗവർണറുടെ വിചാരണയാണ്. സിലാനസ് എന്നാണ് ആ ഗവർണറുടെ പേര്. ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ, ശരിക്കും പറഞ്ഞാൽ 2 സ്വപ്നത്തിൻ്റെ പേരിലാണ് അയാളെ വിചാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അത്രയും വർഷം പഴക്കമുള്ള മനുഷ്യരല്ലേ, അവരങ്ങനെയൊക്കെ വിചാരണകൾ നടത്തിയെന്ന് വരാം. ഇവിടെ വലിയൊരു ചതിയാണ് നടക്കുന്നത്. സിലാനസ് എന്ന് പറയുന്നത് വളരെ കരുത്തനായിട്ടുള്ള ഒരു ഗവർണർ തന്നെയാണ്. ആ ഗവർണർ ഒരു പക്ഷേ ഈ ചക്രവർത്തിയെ പോലും അട്ടിമറിച്ച് ചക്രവർത്തിയാകാനുള്ള ഒരു സാധ്യത ഉള്ളതായിട്ട് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സിലാനസിന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അങ്ങനെയൊന്നും ചരിത്രരേഖയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മികച്ച ഒരു ഗവർണറായിരുന്നു, മികച്ച ഒരു വ്യക്തിയായിരുന്നു, ശക്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലൗഡിയസിൻ്റെ ഭാര്യയായിട്ടുള്ള മെസ്സലീനിയസിനും അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീമനായിട്ടുള്ള നാഴ്സിസിനും വലിയ സംശയം തന്നെയാണ് ഈ സെലാനസിന് നേർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ 2 പേരും ഒരു പ്ലാൻ ഇറക്കി. ആദ്യം ആ പ്ലാൻ നടപ്പിലാക്കുന്നത് നാഴ്സിയസ് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഉറക്കമുണർന്ന് വരുന്നതേ ഉള്ളൂ ക്ലൗഡിയസ്. പരിഭ്രാന്തിയോടുകൂടി തന്നെ നാഴ്സിയസ് ക്ലൗഡിയസിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങേക്കൊന്നും പറ്റിയില്ലല്ലോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ക്ലൗഡിയസ് ചോദിക്കുന്നു, എന്ത് പറ്റി നാഴ്സിയസ്, എന്താണ്, എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അതെ, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ സെലാനസ് നിങ്ങളെ കൊല്ലുന്നു. ഏത്, നമ്മുടെ ഗവർണർ സെലാനസോ? അതെ, ഗവർണർ സെലാനസ് തന്നെ. അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അങ്ങനെ കൊല്ലുന്നൊരു വ്യക്തിയല്ലല്ലോ ഈ സെലാനസ്. വിശ്വസ്തനാണ്, ശക്തനാണ്. നമ്മളെ കൊല്ലുമോ സെലാനസ്? പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് വലിയ ഭയമാണ്. അങ്ങേ അയാൾ കൊല്ലുമെന്ന് ഞാൻ ശരിക്കും സംശയിക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ തന്നെ ക്ലൗഡിയസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. എന്നാലും ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പല സ്വപ്നങ്ങളും പലരും കാണാറുണ്ട്. അത് എല്ലാം ഒന്നും നടക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. അധികം വൈകിയില്ല, മറ്റൊരാൾ കൂടി ഈ ക്ലൗഡിയസിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് മെസ്സലീനയാണ്, ക്ലൗഡിയസിൻ്റെ ഭാര്യയാണ്. അവരും ഭയത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അവർക്കും പറയാനുണ്ടായിരുന്നത് ഇതേ കഥ തന്നെയാണ്. ഞാൻ ഒരു സ്വപ്നം കണ്ടു, സെലാനസ് നിങ്ങളെ കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ക്ലൗഡിയസിന് അപ്പോൾ ശരിക്കും ഭയമാണ് തോന്നിയത്. കാരണം 2 പേര് ഒരേ സമയം ഒരേ സ്വപ്നം കണ്ടു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. അധികം വൈകാതെ തന്നെ ഒരു പ്രൊട്ടേറിയൻ ഗാർഡ് ക്ലൗഡിയസിനോട് വന്ന് പറയുന്നുണ്ട്, സെലാനസ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സെലാനസ് മറ്റൊരു പ്രവിശ്യയിലുള്ള ഒരു ഗവർണറാണ്. അയാൾ റോമിലുള്ള ആളല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രവിശ്യയിലെ ഗവർണറാണ്. അപ്പോൾ അവിടെ ആയിരിക്കും ആ ഗവർണർ ഉണ്ടായിരിക്കുക. ഇങ്ങനെ റോമിലേക്ക് വരേണ്ട സാഹചര്യമൊന്നുമില്ല. ഇങ്ങനെ റോമിലേക്ക് എത്തിയ സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും എന്നെ കൊല്ലാനായിരിക്കും. ഈ ഒരു തോന്നൽ ക്ലൗഡിയസിന് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സെലാനസിന് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ സെലാനസ് ഇവിടെ വരുന്നു എന്നുള്ള വാർത്ത മെസ്സലീനിയസ് നേരത്തെ അറിഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെ അവരുണ്ടാക്കിയ ഒരു നാടകമാണ് ഈ കാണുന്നതൊക്കെ. അധികം വൈകിയില്ല, സെനറ്റ് ഹാളിൽ വലിയ വിചാരണ തന്നെ നടന്നു. ഈ പാവം ഗവർണറിനെ കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. അയാൾ ചെയ്ത കുറ്റമെന്ന് പറഞ്ഞാൽ മറ്റ് 2 പേർ അയാൾ ചക്രവർത്തിയെ കൊല്ലുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ പേരിൽ മാത്രം അയാളെ കൊന്നുകളയുകയാണ്. ഇപ്പോൾ കഴുത്തറുത്ത് കൊന്നിരിക്കുന്ന സെലാനസ് വെറും ഒരു ഗവർണർ മാത്രമല്ല, അയാൾക്ക് ക്ലൗഡിയസുമായിട്ട്, ചക്രവർത്തിയുമായിട്ട് വലിയൊരു ബന്ധം തന്നെയുണ്ട്. അയാൾ ക്ലൗഡിയസിൻ്റെ അമ്മായപ്പനാണ്, അതായത് ഫാദർ ഇൻ ലോ ആണ്. മെസ്സലീനിയസിൻ്റെ അച്ഛനാണ്. അച്ഛനെന്ന് ചോദിച്ചാൽ രക്തബന്ധം കൊണ്ട് അച്ഛനല്ല, പക്ഷേ അമ്മയായ ലെപ്പഡസിനെ വിവാഹം ചെയ്തിരിക്കുന്നത് ഈ സെലാനസ് ആണ്. അത് ഈ അടുത്തിടയ്ക്ക് നടന്നിട്ടുള്ളൊരു വിവാഹമാണ്. ക്ലൗഡിയസ് അധികാരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമുള്ള ഒരു വിവാഹമായിരുന്നു. ആ വിവാഹം ശരിക്കും നടപ്പിലാക്കിയത് മെസ്സലീനിയസ് തന്നെയാണ്. അധികാരത്തിലേക്ക് ക്ലൗഡിയസ് എത്തിയപ്പോൾ തന്നെ മെസ്സലീനിയസ് ഏറ്റവും കൂടുതൽ സംശയിച്ചത് ഈ പറയുന്ന സെലാനസിനെയാണ്. കാരണം സെലാനസ് അത്രയും ശക്തനായതുകൊണ്ട് അയാൾ അട്ടിമറിക്കാനുള്ള ഒരു വലിയ സാധ്യത അവർ കണ്ടിരുന്നു. തൻ്റെ മാതാവിനെ സെലാനസിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയായിരുന്നു. അവർ 2 പേരും ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മെസ്സലീനയ്ക്ക് പിന്നെയും സംശയമായി. ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അയാൾ ഈ ഒരു ആക്രമണം നടത്താതിരിക്കുമോ? അയാൾ ഒരു പക്ഷേ അട്ടിമറിക്ക് ശ്രമിച്ചാലോ? ആ ചിന്തകളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നാടകത്തിലേക്ക് അവരെ നയിക്കുന്നത്. മെസ്സലീനയ്ക്ക് ഒരു തെറ്റ് പറ്റുന്നുണ്ട്.
സിലാനസിൻ്റെ കാര്യത്തിൽ. സിലാനസിനേക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് മറ്റൊരു ഗവർണറെ ആയിരുന്നു. ഡാൽമേഷ്യ എന്ന് പറയുന്ന പ്രൊവിഷൻ ഭരിക്കുന്ന സ്ക്രിബോണിക്കസ് എന്ന് പറയുന്ന ഗവർണർ. ആ ഗവർണറിനെ ചില സെനറ്റ് അംഗങ്ങൾ പോയി കാണുന്നുണ്ട്. നമുക്ക് ഈ ക്ലൗഡിയസിനെ ആവശ്യമുണ്ടോ? ക്ലൗഡിയസ് ഒന്നിനും കൊള്ളാത്ത ഒരു മുടന്തനായിട്ടുള്ള ചക്രവർത്തിയാണ്. അയാളെ നമുക്കങ്ങ് അട്ടിമറിച്ചാലോ? നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു ലീജിയനാണ് ഉള്ളത്. ലീജിയൻ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരുടെ ഒരു വലിയ സൈന്യ വ്യൂഹത്തെയാണ്. മികച്ച ഒരു സൈന്യ വ്യൂഹം അല്ലെങ്കിൽ ഒരു ലീജിയൻ തന്നെ ഈ സ്ക്രിബോണിക്കസിനുണ്ട്. അതുകൊണ്ട് സ്ക്രിബോണിക്കസ് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് നമുക്ക് ക്ലൗഡിയസിനെ അട്ടിമറിച്ച് സ്വയം ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചില സെനറ്റ് അംഗങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് പറയുന്നുണ്ട്. സ്ക്രിബോണിക്കസിനും കേട്ടപ്പോൾ നല്ലൊരു ആശയമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അയാളുടെ ലീജിയനെ വിളിച്ചു വരുത്തി ഒരു വലിയ പ്രസംഗം തന്നെ നടത്തി. ഞാൻ അടുത്ത ചക്രവർത്തിയായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ചക്രവർത്തിയുടെ ലീജിയനായിട്ട് നിങ്ങൾ മാറും. ക്ലൗഡിയസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ അയാൾ വിചാരിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. അയാളുടെ ലീജിയന് ശരിക്കും കൂറ് അയാളോടായിരുന്നില്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ സാക്ഷാൽ ചക്രവർത്തി ആയിട്ടുള്ള ക്ലൗഡിയസിനോടായിരുന്നു. അതുകൊണ്ട് ഇത് കേൾക്കേണ്ട താമസം സ്ക്രിബോണിക്കസിനെ ആ ലീജിയൻ്റെ പടത്തലവൻ തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ഇതിന് കൂട്ടുനിന്നിട്ടുള്ള മറ്റ് സെനറ്റ് അംഗങ്ങളെ പിടിച്ചു കെട്ടി റോമിലേക്ക് അവർ കൊണ്ടുവരുന്നുമുണ്ട്. പിന്നീട് കുറേയധികം നാളുകൾ വിചാരണയാണ് നടന്നത്, കടുത്ത വിചാരണ തന്നെ. ആ കൂട്ടത്തിൽ പിറ്റ്യൂസ് എന്ന ഒരു സെനറ്റ് അംഗമുണ്ടായിരുന്നു. അയാളും ഈ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാര്യ അരിയ മെസ്സലീനസിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അരിയ മെസ്സലീനസിനെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം. മെസ്സലീനസ് പറഞ്ഞു, ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ചക്രവർത്തിയെ അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചത്. തൂക്കുകയറ് തന്നെ അവർക്ക് കിട്ടും. വെറും തൂക്കുകയറല്ല, വേദന അനുഭവിച്ചുകൊണ്ട് നരകിച്ചുകൊണ്ടുള്ള ഒരു മരണമായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു ഇളവ് കൊടുത്തുകൂടെ? ദയാവധത്തിന് വിധിച്ചുകൂടെ? കയ്യിലൊരു കടാര വെച്ച് കൊടുത്തുകൂടെ? അയാൾ സ്വയം കുത്തി മരിക്കുമല്ലോ. മെസ്സലീനിയസിന് സഹതാപം തോന്നി. കാരണം വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യം നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അറിയയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒന്ന് കാണണം. ഞാനായിരിക്കും അദ്ദേഹത്തിന് ആ കടാര കൊടുക്കുന്നത്. അല്പനേരം സംസാരിച്ചതിന് ശേഷം അയാൾ സ്വയം കുത്തി മരിക്കുന്നതാണ്. മുസലീനീസ് അത് സമ്മതിച്ചു. കാരണം അവിടെ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗവുമില്ല. കാരണം ഒരുപാട് സൈനികരുള്ള ഒരു വലിയ തടവറയാണ്. അവിടെ ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ആ സ്ത്രീയുടെ ആഗ്രഹപ്രകാരം തന്നെ കടാരയുമായിട്ട് അവർ ആ അറയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കട്ടെ. മുസലീനീസ് അതിനുള്ള ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലൗഡിയസ് ഒരു കളിപ്പാവയായിട്ട് മാറുകയാണ്. ഇങ്ങനെ ചക്രവർത്തിനി നേരിട്ട് ഭരിക്കുന്ന അവസ്ഥകൾ വളരെ വിരളമാണ്. പക്ഷേ ക്ലൗഡിയസിൻ്റെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മെസ്സലീനിയസിന് അത്രയധികം അധികാരമാണ് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ അയാൾക്ക് അങ്ങനെ സ്വയം കുത്തി മരിക്കാനും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ മരിക്കാനും മാത്രം ധൈര്യമുള്ള ഒരു വ്യക്തിയല്ല. ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായേനെ. പക്ഷേ ഇയാളൊരു സെനറ്റ് അംഗം മാത്രമാണ്. അത്തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വയം കുത്തി മരിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. ഇത് വ്യക്തമായിട്ട് തന്നെ അരിയയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ കടാരയുമായിട്ട് അകത്ത് പ്രവേശിച്ചത്. ആ കടാര ഉയർത്തി സ്വന്തം മാറിലേക്ക് ആഞ്ഞു കുത്തിക്കൊണ്ട് അവർ ഉറക്കെ പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനധികം വേദനയൊന്നുമില്ല, കണ്ടില്ലേ ഞാൻ എൻ്റെ സ്വന്തം മാറിലേക്ക് കുത്തുന്നത്. അങ്ങനെ അരിയ അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. ഭർത്താവ് അതേ കടാര ഉപയോഗിച്ച് സ്വയം കുത്തി മരിക്കുകയാണ്. സ്ക്രിബോണിക്കാസിനെ ശിക്ഷിക്കാൻ ക്ലൗഡിയസിന് സാധ്യമായില്ല. കാരണം ആ ലീജിയനിലെ പടത്തലവൻ തന്നെ സ്ക്രിബോണിക്കാസിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ആ ലീജിയന് ഒരുപാട് ബഹുമതികളൊക്കെ കൊടുത്ത് ആദരിക്കുന്നുണ്ട് ക്ലൗഡിയസ്. പക്ഷേ ഈ സ്ക്രിബോണിക്കാസിൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടാൻ സാധിക്കും. ഒരു പ്രൊവിഷ്യയിലെ ഗവർണറാണ്, അപ്പോൾ വലിയ സ്വത്തുക്കൾ തന്നെയുണ്ട്. ആ സ്വത്തുക്കൾ ഇനി ക്ലൗഡിയസിന് സ്വന്തമാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും കരസ്ഥമാക്കാൻ അയാൾ ശ്രമിക്കുന്നില്ല. സ്ക്രിബോണിക്കാസിന് ഒരു മകനുണ്ട്. സാധാരണഗതിയിൽ ആ മകനെ കൂടി കൊല്ലുകയാണ് സാധാരണ ചക്രവർത്തികളൊക്കെ ചെയ്യുക. കാരണം മകൻ ഭാവിയിൽ ഒരു വില്ലനായിട്ട് മാറാനുള്ള സാധ്യത എല്ലാവരും കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനൊരു നീക്കമല്ല ക്ലൗഡിയസ് ചെയ്യുന്നത്. സ്ക്രിബോണിക്കാസിൻ്റെ മകന് സ്വത്തുക്കൾ കൊടുക്കുന്നുണ്ട്. സ്ക്രിബോണിക്കാസിൻ്റെ മകൻ ഒരു പ്രതികാരത്തിനായിട്ടൊന്നും വരുന്നില്ല. കാരണം അയാൾക്ക് അർഹിക്കാത്ത സ്വത്താണ്. കാരണം വലിയൊരു തെറ്റ് ചെയ്തതിനാണ് തൻ്റെ അച്ഛനെ ശിക്ഷിച്ചത്.
അങ്ങനെ നോക്കുമ്പോൾ ആ സ്വത്തുക്കളൊന്നും കിട്ടേണ്ടതല്ല, പക്ഷേ ക്ലൗഡിയസ് ദയോടുകൂടി തന്നെ ആ സ്വത്തുക്കളുടെ ഒരു അംശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ തിരിച്ച് ആക്രമിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അധികം വൈകാതെ അടുത്ത പ്രശ്നവും തുടങ്ങിയാണ്. അധികാരത്തിലേറി 1 വർഷം തികയുന്നതിന് മുൻപാണ് ക്ലൗഡിയസിന് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും നേരിടേണ്ടി വരുന്നത്. തുർക്കി ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അവിടെ ഒരു സാമന്ത രാജ്യമായിട്ട് ലിസിയ എന്ന ഒരു പ്രദേശമുണ്ട്. തുർക്കി ഒന്നും ഒരൊറ്റ രാജ്യമല്ല, പല ഭാഗങ്ങളായിട്ട് അത് മുറിഞ്ഞു കിടക്കുകയാണ്. ആ തുർക്കിയിലെ ലിസിയ എന്നൊരു ഭാഗം ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു. മരിക്കുന്നവരെല്ലാം റോമൻ സിറ്റിസൺസ് ആണ്. റോമക്കാർക്ക് എങ്ങോട്ടും പോകാം, അതായത് അവരുടെ പ്രവിശ്യയിൽ എവിടെ പോയും അവർക്ക് താമസിക്കാം, ജോലി ചെയ്യാം, ജീവിക്കാം. പക്ഷേ സാമന്ത രാജ്യങ്ങളിലുള്ള ആർക്കും ഈ റോമൻ സാമ്രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. അങ്ങനെ അവിടെ ഈ ലിസിയയിൽ എത്തപ്പെട്ട പൗരന്മാർ ഓരോന്നായിട്ട് മരിക്കാൻ തുടങ്ങിയാണ്. ചക്രവർത്തിയുടെ കാതിലും ഈ വാർത്ത എത്തിച്ചേരുന്നുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ലിസിയയിലേക്ക് എംബസി സ്ഥാപിക്കുകയാണ്. ആ എംബസിയുടെ ഭാഗമായിട്ട് ഒഫീഷ്യലുകൾ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലുകൾ എത്തിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, കൂടുതൽ റോമക്കാർ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സഹി കെട്ടപ്പോൾ ക്ലൗഡിയസ് തന്നെ അവിടെ നേരിട്ട് എത്തുകയായിരുന്നു. കടുത്ത ഒരു നടപടി തന്നെ എടുത്തു. ഇനി നിങ്ങൾ സാമന്ത രാജ്യമായിട്ട് തുടരേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കുകയാണ്. ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഗവർണറാണ്, അതായത് റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഗവർണറാണ് ഭരിക്കാൻ പോകുന്നത്. ലിസിയയ്ക്ക് ശരിക്കും ഇതൊരു അനുഗ്രഹം തന്നെയായിരുന്നു. അവിടെ ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചറുകൾ പണി കഴിപ്പിക്കുന്നുണ്ട് ക്ലൗഡിയസ്. പ്രധാനമായിട്ടും റോഡുകളാണ്. സാധാരണഗതിയിലുള്ള റോഡുകളല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ സിഗ്നേച്ചറായിട്ടുള്ള അവരുടെ കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നടപ്പാതകൾ തന്നെ. മെസ്സലേനിയയുടെ വേട്ടകൾ തുടർന്ന് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മെസ്സലേനിയയുടെ അടുത്ത ഇര വളരെ പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്, ജൂലിയാണ്. കുറ്റം അഡൾട്ടറി തന്നെയാണ്. എങ്ങനെയാണ് ആ അഡൾട്ടറി കുറ്റം ചാർത്തി കൊടുക്കുന്നതെന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ജൂലിയയും കൊല്ലുകയാണ്. നാട് കടത്തുകയാണ്, പക്ഷേ പിന്നീട് പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. ജൂലിയ പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ടൈബീരിയസ് എന്ന് പറയുന്ന മുൻ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ഡ്രാസ്യൂസ് ദ യങ്ങറുടെ ഭാര്യയായിരുന്നു. മുൻപുള്ള സീരീസുകളിൽ നമ്മൾ ടൈബീരിയസിനെ കുറിച്ചും ഡ്രാസ്യൂസ് ദ യങ്ങറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഡ്രാസ്യൂസ് ദ യങ്ങറിൻ്റെ ഭാര്യയാണ്. ആ ജൂലിയയ്ക്ക് ഒരു മകനുണ്ട്, റുബല്ലസ് എന്നാണ്. അതായത് ഗമല്ലസിൻ്റെ, കലിഗുല കൊന്നുകളഞ്ഞ ഗമല്ലസിൻ്റെ അനിയനായിട്ട് വരും റുബല്ലസ്. തൻ്റെ മകനായിട്ടുള്ള ബ്രിട്ടാനിക്കസിന് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നതാണ്. അടുത്ത ചക്രവർത്തിയായിട്ട് ഒരു പക്ഷേ ബ്രിട്ടാനിക്കസിനെ അട്ടിമറിച്ച് റുബല്ലസ് വരുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജൂലിയെ ഇപ്രകാരം ചതിച്ചു കൊല്ലുന്നത്. ജൂലിയെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റബല്ലസിന് വലിയ ഇൻറ്റഗ്രിറ്റി ഒന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ ഒരു പ്രിട്ടേറിയൻ ജോലിക്കാരനായിട്ടുള്ള, പ്രിട്ടേറിയൻ ഗാർഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പട്ടാളക്കാരനായിട്ടുള്ള ജൂട്ടസിനെയും കൊല്ലുന്നുണ്ട്. ജൂട്ടസ് ചെയ്ത കുറ്റമെന്ന് പറഞ്ഞാൽ ഒരു അനുകമ്പ തോന്നിപ്പോയി ഈ ജൂലിയോട്. ജൂലിയെ ഒന്നാമത് ചെയ്ത കുറ്റത്തിനല്ല ശിക്ഷിക്കുന്നത്. അപ്പോൾ അവളോട് അല്പം മാന്യമായി പെരുമാറി എന്ന പേരിൽ പോലും ജൂറ്റസിനെ മെസലാനസ് കൊന്നുകളയുകയാണ്. അത്ര നീറ്റായിട്ടുള്ള ഒരു സ്ത്രീയൊന്നുമല്ല, ഒരു ലേഡി കലിഗുലയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് കാമുകന്മാരുമായിട്ട് അവർക്ക് മോശമായിട്ടുള്ള പല ബന്ധങ്ങളുമുണ്ട്. അധികാരത്തിലേറി വെറും 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ക്ലൗഡിയസിന് ഒരു വലിയ പൂതി. റോമൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ചക്രവർത്തിയായിട്ട് തനിക്ക് മാറണം. അതിനൊരു മാർഗമുണ്ട്. എന്താണ് ആ മാർഗം? കലിഗുലയ്ക്ക് അയാൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ള മാർഗമാണ് ബ്രിട്ടനെ കീഴ്പ്പെടുത്തുക. ആർക്കും സാധ്യമായിട്ടില്ല ബ്രിട്ടനെ കീഴ്പ്പെടുത്താനായിട്ട്. പലരും ശ്രമിച്ചിട്ടുണ്ട്, സാക്ഷാൽ സീസർ വരെ ശ്രമിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ചാനൽ വരെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ ബ്രിട്ടനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. കലിഗുല പരാജയപ്പെട്ടു പോയിട്ടുള്ള, മറ്റ് എംപറർക്കൊക്കെ പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പോലും ഭയമായിട്ടുണ്ടായിരുന്ന ബ്രിട്ടനെ കീഴ്പ്പെടുത്തുക. ബ്രിട്ടനെ കീഴ്പ്പെടുത്താൻ പോയ കലിഗുലയ്ക്ക് പറ്റിയ എല്ലാ അബദ്ധങ്ങളും വ്യക്തമായിട്ട് തന്നെ ക്ലൗഡിയസിന് അറിയാം. കാരണം ആ യാത്രയുടെ ഒരു ഭാഗമായിട്ട് കലിഗുലയുടെ ഒപ്പം തന്നെ ക്ലൗഡിയസും ഉണ്ടായിരുന്നതാണ്. ആ അബദ്ധങ്ങളൊന്നും തന്നെ ആവർത്തിക്കാൻ പാടില്ല. റോമിൽ നിന്നും ഒരു പടയെ നയിച്ചുകൊണ്ടാണ് അന്ന് അവിടേക്ക് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെടേണ്ട ഒരാവശ്യവുമില്ലല്ലോ. ഈ ഇംഗ്ലീഷ് ചാനലിൻ്റെ അതിർത്തിക്ക് അടുത്തായിട്ട് തന്നെ വലിയൊരു സൈന്യ വ്യൂഹമുണ്ട് റോമക്കാർക്ക്. ആ സൈന്യ വ്യൂഹത്തെ അവിടേക്ക് കൊണ്ടുപോയാൽ പോരെ? ഒരു വലിയ നദി, റൈൻ നദിയുണ്ട്. ആ റൈൻ നദി ഇന്ന് ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തിയിലൂടെ കടന്നു പോകുന്നതാണ്. എന്നാൽ ഈ കടന്നു നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഫ്രാൻസ് ഉണ്ടായിരുന്നില്ല.
പക്ഷേ ജർമ്മനി ഉണ്ട്. ഗർമേനിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ ജർമ്മനി. അന്ന് ഗർമേനിയ ഉണ്ട്. ഗർമേനിയ ഈ റോമക്കാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ റൈൻ നദി അവർക്കൊരു അനുഗ്രഹമാണ്. ഈ റൈൻ നദി താണ്ടി ഗർമേനിയയിലെ ഈ ആദിവാസികളായിട്ടുള്ള പട്ടാളക്കാർക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല. അപ്പർ റൈനും ഓവർ റൈനും ആ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ലീജിയൻസിന് ഉണ്ട്. അതായത് ഒരുപാട് ട്രൂപ്പുകൾ, പട്ടാളക്കാരുടെ ട്രൂപ്പുകളുണ്ട്. ആ ട്രൂപ്പുകളെ ഭയന്ന് ഗർമേനിയയിലുള്ള ആളുകൾ ഇവിടേക്ക് പ്രവേശിക്കുന്നില്ല. ഈ റൈൻ നദിയിലുള്ള ലീജിയൻസിന് വളരെ വേഗം തന്നെ കുറച്ച് യാത്ര ചെയ്താൽ ഇംഗ്ലീഷ് ചാനലിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഓർഡറാണ് ക്ലൗഡിയസ് ഇറക്കുന്നത്. അപ്പറിൽ 2 ലീജിയൻസ് ഉണ്ട്, ലോവറിൽ 1 ലീജിയൻ ഉണ്ട്. ആ 3 ലീജിയനോടും എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് ചാനലിൻ്റെ അതിർത്തിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ റൈൻ നദിയുടെ അതിർത്തി അങ്ങനെ വേക്കൻ്റായിട്ട് ഇടാൻ പാടില്ല. ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഈ ഗർമേനിയ തന്നെയാണ്. കാരണം ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ആക്രമിച്ച് വരികയില്ല. ഇതിനടുത്തായിട്ട് തന്നെ കുറച്ച് മാറി വേറെ ചില ലീജിയൻസ് ഉണ്ട്. കലിഗുല ട്രെയിൻ ചെയ്തിട്ടുള്ള 2 ലീജിയൻസ് ഉണ്ട്. അതുകൂടാതെ സ്പെയിൻ്റെ ഒരു ലീജിയനും ഇതിൻ്റെ അടുത്തായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലീജിയൻസ്, അതായത് റൈനിൽ ഇപ്പോഴുള്ള 3 ലീജിയൻസ് ഇംഗ്ലീഷ് ചാനലിൽ നേരെ യാത്ര ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ അടുത്തുള്ള മറ്റ് 3 ലീജിയൻസിനെ പഴയ സ്ഥാനത്തേക്ക് പറഞ്ഞു വിടുക. അതായത് ഇപ്പോൾ അപ്പർ റൈനിലും ലോവർ റൈനിലും പഴയ പോലെ തന്നെ 2ഉം 1ഉം വീതം ലീജിയൻസ് ഉണ്ട്. അപ്പോൾ ഗർമേനി എന്തായാലും ആക്രമിച്ച് വരുന്നതല്ല, പക്ഷേ വേഗത്തിൽ തന്നെ പട്ടാളക്കാരെ ഇംഗ്ലീഷ് ചാനലിൻ്റെ ബോർഡറിൽ എത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഒരു വലിയ സൈന്യവുമായിട്ട് പോകുമ്പോഴാണ് പ്രശ്നം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വേണം, അവർക്ക് ടെൻറ്റ് കയറ്റാനുള്ള വസ്തുക്കളൊക്കെ വേണം. പക്ഷേ ഒരു ചെറിയ സൈന്യമാണ് പോകുന്നതെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അവർക്ക് വളരെ അനായാസം ഇംഗ്ലീഷ് ചാനൽ വരെ എത്താൻ സാധിക്കുന്നതാണ്. ഫ്രീമൻ നാഴ്സിയസ് ആദ്യം തന്നെ പുറപ്പെടുന്നുണ്ട് ഒരു ചെറിയ സൈന്യവുമായിട്ട്. അതിനോടൊപ്പം തന്നെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഗവർണറായിട്ടുള്ള പ്ലോട്ടിയസും പോകുന്നുണ്ട്. പക്ഷേ ഈ നാഴ്സിയസും പ്ലൂട്ടസും യുദ്ധവീരന്മാരൊന്നുമല്ല. അവർക്ക് മുന്നിൽ നിന്ന് നയിക്കാം, പക്ഷേ അത് മതിയാവുകയില്ല. അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തന്നെ വേണം. അയാളെ വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ റൈൻ നദിക്കരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ലീജിയൻ്റെ പടത്തലവൻ വെസ്പിയനാണ്. ആ വെസ്പിയൻ തന്നെ മതിയാകുന്നതാണ്. ഈ വെസ്പിയൻ എന്ന പേര് ശരിക്കും ഒന്ന് ഓർത്തു വെച്ചുകൊള്ളൂ. കാരണം ഭാവിയിൽ ഒരു ചക്രവർത്തിയാകാൻ പോകുന്നതാണ് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള വെസ്പിയൻ. യാത്ര ചെയ്ത് ആ ഇംഗ്ലീഷ് ചാനലിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. കൂട്ടത്തിൽ ആനപ്പടയുമുണ്ട്. അവിടെ കപ്പലുകളും എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ അവിടേക്ക് അയക്കുന്നതിന് മുൻപ് കപ്പലുകളെ അയച്ചിട്ടുണ്ടായിരുന്നു ക്ലൗഡിയസ്. പക്ഷേ പട്ടാളക്കാർക്ക് ആ കപ്പലിൽ കയറാൻ വലിയ ഭയമാണ്. ഒന്നാമത് ഇവരാരും കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് അവ്യൂഹങ്ങളുണ്ട്. ഈ ബ്രിട്ടനിലുള്ളത് അതിഭീകരമായിട്ടുള്ള വലിപ്പമുള്ള പട്ടാളക്കാരാണ്. അവിടെ ഭീകരരൂപികളായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. ഇവിടെ ഈ കാണുന്ന ആനയെപ്പോലല്ല, അതിഭീകരമായിട്ടുള്ള ജീവികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കെട്ടുകഥകൾ പലപ്പോഴായിട്ട് ഇവരൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കപ്പലിൽ കയറാൻ ഭയമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് അന്നത്തെ റോമാക്കാരേക്കാൾ വളരെയധികം ദുർബലരായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഈ ഇംഗ്ലീഷ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും അവിടെ പോയി ഇവരെ കാണാനൊന്നും സാധിക്കുന്നതല്ല. അതിനുപരിയായിട്ട് ഇംഗ്ലീഷ് ചാനൽ നീന്തി അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ ക്ലിഫുകളാണുള്ളത്. അത് നേരിട്ട് കരയിലോട്ട് കയറാൻ സാധിക്കുകയില്ല. കടലിന് മുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന വലിയ മലനിരകളുണ്ട്. ആ മലനിരകളുടെ മുകളിലായിട്ടാണ് ഈ ബ്രിട്ടൻ സ്ഥിതി ചെയ്യുന്നത്. അവരെ ബലമായിട്ട് ആ കപ്പലിലേക്ക് കയറ്റുന്നത് നാഴ്സിയസ് ആണ്. നാഴ്സിയസ് ഷൗട്ട് ചെയ്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ കപ്പലിൽ കയറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വാളിന് ഇരയായിട്ട് മാറുന്നതാണ്. കടന്ന് മരിക്കണോ അതോ കപ്പലിൽ കയറി ബ്രിട്ടനിൽ പോയി അവരെ കൊല്ലണോ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ പട്ടാളക്കാർ ആ കപ്പലിൽ തന്നെ കയറി. കപ്പൽ 3 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവർ വിജയകരമായിട്ട് ബ്രിട്ടനിൽ എത്തിച്ചേർന്നു. അവരെയും കാത്ത് അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരെ കണ്ടപ്പോഴാണ് ശരിക്കും ആശ്വാസമായത്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 8 അടി 9 അടി ഉയരമുള്ള പട്ടാളക്കാരെയാണ്. പക്ഷേ ഏതാണ്ട് അവരുടെ തന്നെ വലിപ്പമുള്ള പട്ടാളക്കാരെയാണ് അവർക്കിവിടെ കാണാൻ സാധ്യമായത്. ഇവിടെ ശരിക്കും ഭയന്നു പോകുന്നത് ബ്രിട്ടീഷുകാരാണ് ആ ആനപ്പടയെ കണ്ട്. ആന എന്ന ആ ഭീകരമായിട്ടുള്ള ജീവിയെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. ആനയെ കണ്ടു തന്നെ ഭയം ഓടിപ്പോയിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരുണ്ട്. ആ യുദ്ധത്തിൽ വലിയ മുന്നേറ്റം തന്നെ റോമക്കാർ ഉണ്ടാക്കിയാണ്. അതിനെല്ലാം മുന്നിൽ നിന്നത് വെസ്പിയനാണ്. വെസ്പിയൻ ഒരു മിടുക്കനായിട്ടുള്ള പടനായകനായിരുന്നു.
അയാൾ ഒരുപാട് സ്ട്രാറ്റജികൾ ഉണ്ടാക്കിയെടുത്തു. ആ സ്ട്രാറ്റജികളിൽ ബ്രിട്ടീഷുകാർ നിലം പൊത്തുകയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തി അവർ മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് അധികം പോകാൻ സാധ്യമായില്ല. ബ്രിട്ടനിൽ ഒരു നദി ഒഴുകുന്നുണ്ട്, തേംസ് നദി. അങ്ങനെ ഇവർ പടപൊരുതി തേംസ് നദിയുടെ കരയിൽ വരെ എത്തിച്ചേരുന്നുണ്ട്. അത് വലിയൊരു നദിയാണ്. അത് നീന്തിക്കടക്കാൻ വളരെ പ്രയാസമാണ്. ഈ പട്ടാളക്കാർക്ക് അങ്ങനെ നദി നീന്തിക്കടന്നിട്ടുള്ള വലിയ പരിചയമൊന്നുമില്ല. വലിയ അപകടമായിരിക്കും. നീന്തിക്കടന്ന് അവർ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അപ്പുറത്ത് ഇവരെയും കാത്തു നിൽക്കുന്നത് പട്ടാളക്കാരാണ്. കരയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവർ വെട്ടിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാം. പക്ഷേ ആ പാലത്തിൻ്റെ മുൻപിലായിട്ട് ഒരുപാട് സൈനികരുണ്ടായിരുന്നു. ആ സൈനികരെ എല്ലാം കൊന്നതിന് ശേഷം മാത്രമാണ് അവർ ആ പാലം കയറി അപ്പുറത്തെത്തുന്നത്. ക്ലൗഡിയസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. നിങ്ങൾ യുദ്ധം ചെയ്ത് മുന്നേറി ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അവിടെ നിങ്ങൾ തമ്പെടുക്കുക. ഞാൻ പിന്നാലെ വരുന്നുണ്ട് ഒരു സൈന്യവുമായിട്ട്. ഞാൻ എത്തിയതിന് ശേഷം മാത്രം മതി അവിടെയുള്ള രാജാക്കന്മാരെയും രാജ്ഞിമാരെയും കീഴ്പ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ആ പാലത്തിൻ്റെ മറുകരയിലായിട്ട് അവർ തമ്പടിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഒടുവിൽ സാക്ഷാൽ ക്ലൗഡിയസ് അവിടെ എത്തിച്ചേർന്നു. ഒപ്പം കുറേയധികം സെനറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു. ആ സെനറ്റ് അംഗങ്ങൾക്കെല്ലാം ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയാണ് അവരെയും കൂട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത്. തേംസ് നദിയുടെ കരയിൽ നിന്ന് പിന്നെയും കുറേയധികം മുമ്പോട്ട് പോയപ്പോഴാണ് അവർക്ക് മറ്റൊരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം കാണാൻ സാധ്യമായത്. കോൾക്കസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭൂഭാഗമാണ്. അവിടെയും അവർ യുദ്ധം ചെയ്ത് അവരെയും അനായാസമായിട്ട് തന്നെ കീഴ്പ്പെടുത്തി. ഇവിടെയെല്ലാം ഒരു മുൻതൂക്കം റോമൻ സാമ്രാജ്യത്തിന് കിട്ടുന്നത് ആനപ്പടയുടെ പേരിലാണ്. ആനപ്പടയെ കണ്ട് എല്ലാവരും ഭയം നോടുകയാണ്. ഭൂഭാഗം ഒക്കെ തന്നെയും അവർ കീഴ്പ്പെടുത്തുകയാണ്. ബ്രിട്ടൻ പൂർണ്ണമായിട്ടല്ല. ബ്രിട്ടൻ എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ രാജ്യമാണെന്ന് തോന്നുമെങ്കിലും കാൽനട കൊണ്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അത് കുറേ അധികം വർഷങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക എന്നൊരു ലക്ഷ്യമൊന്നും ക്ലൗഡിയസിന് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടന് എത്രമാത്രം വലിപ്പമുണ്ടെന്ന് പോലും ക്ലൗഡിയസിന് അറിയുകയില്ലായിരുന്നു. ഒരു ഏതാണ്ട് ധാരണ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രദേശം കീഴ്പ്പെടുത്തിയിട്ട് തിരികെ പോരുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ വലിയൊരു ഭൂഭാഗം കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന 10-12 രാജാക്കന്മാരും രാജ്ഞിമാരും അടിയറവ് പറയുകയും ചെയ്തു. അവർ സ്വയം തോറ്റതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ രാജാവ് മാത്രമല്ല, ചില രാജ്യങ്ങളിലൊക്കെ രാജ്ഞിമാരും ഭരിക്കുന്നുണ്ട്. തിരിച്ച് ഇംഗ്ലീഷ് ചാനലും നീന്തി കടന്ന് റോമൻ സാമ്രാജ്യത്തിൽ മടങ്ങിയെത്തുകയാണ് ക്ലൗഡിയസ്. പക്ഷേ റോമൻ സാമ്രാജ്യത്തിലൂടെയുള്ള യാത്ര വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വഴിയിലൂടെയായിരുന്നു. ഭരണത്തിലെ ഒരു പൊൻതൂവലായിട്ട് നമുക്കിത് വിശേഷിപ്പിക്കാം. ക്ലൗഡിയസ് ഈ യാത്ര ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു വഴിയിലൂടെ യാത്ര ചെയ്ത് അവിടെ ഒരു പാത ഉണ്ടാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും തീരുമാനിക്കുന്നുണ്ട്. കാരണം റോമൻ നഗരം വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ജനസംഖ്യ വലിയ അളവിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിലും താമസിക്കാനുള്ള അവകാശം കൊടുക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഇപ്പോഴും പല വീഴ്ചകളും സംഭവിക്കുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾ കൃത്യമായിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നില്ല. ഒരുപാട് വീഴ്ചകളുണ്ട്. എല്ലാം പതിയെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ചുവപ്പ് നാടയിൽ പല നിയമങ്ങളും കുടുങ്ങിക്കിടക്കുകയാണ്. പല വിചാരണകളും നടത്തേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും വലിയ സ്പീഡില്ല. കൂടുതൽ സെനറ്റ് അംഗങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കണം. ജൂനിയർ സെനറ്റ് അംഗങ്ങളായിട്ടാണ് ആദ്യം കയറുക. പക്ഷേ അങ്ങനെ ഒരു ജൂനിയർ സെനറ്റ് അംഗം ആകണമെങ്കിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. പക്ഷേ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ മതിയാകുന്നില്ല. അങ്ങനെ വരുന്ന ആളുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു കഴിവൊന്നുമില്ല എന്നും ക്ലൗഡിയസ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ട് ഒരു സെൻസസ് നടത്താൻ തന്നെ അയാൾ തീരുമാനിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിൽ മൊത്തത്തിൽ ഒരു വലിയ സെൻസസ് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്രത്തോളം ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. 59 ലക്ഷം ആളുകളാണ് ആ കാലഘട്ടത്തിൽ റോമിൽ തിങ്ങിപ്പാർക്കുന്നത്. വലിയൊരു സംഖ്യ തന്നെയാണ്. ആ 59 ലക്ഷം ആളുകളിൽ നിന്നും ഉചിതമായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ സെനറ്റംഗമാകാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഈ സെനറ്റംഗമായിട്ട് മാറാൻ സാധിക്കുന്നതല്ല. പ്രത്യേക കുടുംബത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ മാറാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയൊക്കെ പോലെ തന്നെ.
അങ്ങനെ അവിടെ ജാതിയായിട്ടൊന്നുമില്ല, പക്ഷേ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് അധികാരങ്ങളുണ്ട്. കൂടുതൽ കുടുംബങ്ങളെ ഈ അധികാരത്തിൻ്റെ ആ വഴിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കൂടുതലായിട്ട് കഴിവുള്ള സെനറ്റ് അംഗങ്ങളെ സെനറ്റിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഓസ്റ്റിയ എന്ന ഹാർബറിൽ വലിയ പണികൾ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. രാജ്യാധികാരം കിട്ടിയപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള പണിയാണ്. ആ പണി ഏത് ഘട്ടത്തിലാണെന്നൊക്കെ പരിശോധിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ അവിടേക്ക് യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ 48 AD അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് നാൾ അദ്ദേഹം താമസിക്കുന്നുമുണ്ട്. ഒരു വലിയ വാർത്തയുമായിട്ട് അദ്ദേഹത്തിൻ്റെ 4 ഫ്രീമൻ എത്തിച്ചേരുന്നുണ്ട്. അക്കൂട്ടത്തിൽ നാഴ്സിയസും ഉണ്ട്. ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. ക്ലൗഡിയസിൻ്റെ ഭാര്യയായിട്ടുള്ള മെസ്സലേനിയ മറ്റൊരു വിവാഹം ചെയ്തിരിക്കുന്നു. സിലിയൂസ് എന്ന ഒരു വ്യക്തിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. നിലവിൽ ക്ലൗഡിയസ് ചക്രവർത്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ക്ലൗഡിയസ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തില്ല, ഓസ്റ്റിയയിലാണ്. ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ക്ലൗഡിയസിന് ആദ്യം തന്നെ ചോദിക്കാനുണ്ടായിരുന്നത്, പുതിയ ആരെങ്കിലും ചക്രവർത്തിയായിട്ട് മാറിയിട്ടുണ്ടോ, എൻ്റെ അധികാരം ആരെങ്കിലും നേടിയെടുത്തിട്ടുണ്ടോ എന്നാണ്. നാഴ്സിയസ് ആണ് അതിന് മറുപടി നൽകിയത്. ഇല്ല, ആരും അങ്ങനെ ഒരു നീക്കമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പക്ഷേ ക്ലൗഡിയസ് ഇപ്പോൾ അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചക്രവർത്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ തടവിലാക്കുകയോ കൊല്ലുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും അവിടേക്ക് പുറപ്പെടുക. അവിടെ ചക്രവർത്തിയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ സിലിയസിനെ എങ്ങനെയെങ്കിലും കൊല്ലുക, മെസ്സലേനെയും ശിക്ഷിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ എല്ലാം കൊന്നു കളയുക. അതിനുശേഷം മാത്രം എന്നെ വിവരം അറിയിക്കുക. നാഴ്സിയസ് ഉൾപ്പെടെയുള്ള ആ 4 ഫ്രീമന്മാർ മടങ്ങി റോമൻ പട്ടണത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് ആദ്യം തിരയുന്നത് സിലിയസിനെ തന്നെയാണ്. സിലിയസിൻ്റെ വീട്ടിൽ അവർ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനയിലൂടെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ വേണ്ടപ്പെട്ട മൂല്യമായിട്ടുള്ള പല വസ്തുക്കളും കണ്ടെടുക്കുന്നുണ്ട്. സിലിയസ് പറയുന്നത് ഇതൊക്കെ എനിക്ക് പ്രണയ സമ്മാനമായിട്ട് മെസ്സലേനിയസ് നൽകിയതാണെന്നാണ്. അതിനോട് പ്രത്യേകിച്ചും കാരണങ്ങളൊന്നും പറയാതെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ ബറാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സെനറ്റ് ഹാളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിചാരണ നടത്തേണ്ടി വരുന്നതാണ്. ഒരുപക്ഷേ സെനറ്റ് അംഗങ്ങൾ കാല് മാറാനുള്ള സാധ്യതയുണ്ട്. സിലിയസിനെ ചക്രവർത്തിയാക്കിയെന്നും വരാം. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നാഴ്സിയസ് അയാളെ കൊണ്ടുവരുന്നത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ ബറാക്കിലേക്കാണ്. പ്രൊട്ടേറിയൻ ഗാർഡ് അറിയാമല്ലോ, അവർ സെനറ്റിൻ്റെ കീഴിലല്ല, അവർ പൂർണ്ണമായിട്ടും എംപററിന് വിധേയനായിട്ട് തന്നെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അവിടെ വെച്ച് ഒരു വിചാരണയും ഇല്ലാതെ സിലിയസിനെ കൊന്നുകളയാൻ സാധിക്കുന്നതാണ്. വിചാരണയൊന്നുമില്ലാതെ സിലിയസിനെ കൊന്നുകളയുകയും ചെയ്തു. പിന്നെയും ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, മെസ്സലേനിയസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ. അതിലൂടെയാണ് അവരെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും മനസ്സിലാക്കാൻ സാധിച്ചത്. സിലിയസ് വെറും ഒരു കാമുകൻ മാത്രമാണ്. അങ്ങനെ അനേകം കാമുകന്മാരുണ്ട് ഈ മെസ്സലേനിയസിന്. അതിൽ ഓരോരുത്തരെയായിട്ട് തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ഇവർ 4 പേരും. ഒപ്പം പ്രൊട്ടേറിയൻ ഗാർഡുമുണ്ട്. അത് വലിയൊരു സൈന്യം തന്നെയാണ്. അങ്ങനെ കൊന്നു വരുമ്പോൾ അതിൽ വലിയ ആളുകളൊക്കെ ഉണ്ട്. സെനറ്റ് അംഗങ്ങളിൽ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരെ എല്ലാം കൊന്നുകളയുകയാണ്. കാരണം അങ്ങനെ കൊന്നുകളയാനുള്ള ഉത്തരവാണല്ലോ ക്ലൗഡിയസിൽ നിന്നും കിട്ടിയത്. എല്ലാവരെയും കൊന്നുകളഞ്ഞപ്പോൾ അവശേഷിച്ചത് മെസ്സലേനിയ തന്നെയാണ്. പക്ഷേ നാഴ്സിയസിന് മെസ്സലേനിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. തൻ്റെ ചക്രവർത്തിയുടെ പ്രിയ പത്നിയായിട്ടാണ് കണ്ടു പോന്നിരുന്നത്. അതുകൊണ്ട് സ്വയം കുത്തിച്ചാവാനുള്ള ഒരു അവസരമാണ് നാഴ്സിയസ് മെസ്സലേനിയക്ക് കൊടുക്കുന്നത്. പക്ഷേ മെസ്സലേനിയക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നാഴ്സിയസ് തന്നെ അധികം വേദനിപ്പിക്കാതെ ഒരു കുത്തുകൊണ്ട് തന്നെ അവരുടെ ജീവൻ ഇല്ലാതെയാക്കുകയായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ക്ലൗഡിയസ് മടങ്ങി വരുന്നത്. പക്ഷേ മടങ്ങിയെത്തിയിരിക്കുന്ന ക്ലൗഡിയസ് ഇപ്പോൾ അത്ര ശക്തനല്ല. മുൻപുണ്ടായിരുന്ന ഭാര്യ മെസ്സലേനിയയുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ വലിയ ഉയർന്ന കുടുംബത്തിലുള്ള ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പോൾ രാജ്യാധികാരം നിലനിർത്തുക എന്ന് പറയുമ്പോൾ വലിയ കുടുംബ പാരമ്പര്യം ഉള്ള ആളായിരിക്കണം. ക്ലൗഡിയസിനൊരു കുടുംബ പാരമ്പര്യമുണ്ട്. പക്ഷേ ഭാര്യയുടെ സൈഡും നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ കുടുംബ പാരമ്പര്യം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നാഴ്സിയസ് ആണ് പറഞ്ഞത്, താങ്കൾ ഇങ്ങനെ തുടരാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഉചിതയായിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുക. അങ്ങനെ കൂടുതൽ ശക്തനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ആരെയാണ് വിവാഹം ചെയ്യുക? ആരാണ് ഉള്ളത്? അഗ്രിപ്പിനെ വിവാഹം ചെയ്താലോ? അഗ്രിപ്പിന എൻ്റെ അനന്തരവളാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ മകളാണ്. അവളെ എങ്ങനെയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്? അങ്ങനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ജെർമേനിക്കാസ് ആണ് താങ്കളുടെ സഹോദരൻ. ജെർമേനിക്കാസിൻ്റെ മകളെ താങ്കൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ
അത് കുറേ കൂടി ഉയർന്ന പൊസിഷനിലേക്ക് താങ്കളെ എത്തിക്കുന്നതാണ്. സെനറ്റിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അഗ്രിപ്പനെ തന്നെ വിവാഹം ചെയ്യാം. അഗ്രിപ്പനെ ഇത് ഒരിക്കലും എതിർക്കുന്നതല്ല. കാരണം അഗ്രിപ്പനയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. കലിഗുലയിലൂടെ എത്തിച്ചേരാനായിട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പരാജയമായിരുന്നു അവൾക്ക് രുചിക്കേണ്ടി വന്നത്. ഇപ്പോൾ മറ്റൊരു അവസരം കൂടി ലഭ്യമായി ക്ലൗഡിയസിലൂടെ. തൻ്റെ അമ്മാവനാണ്, പക്ഷേ അമ്മാവനെ കെട്ടിക്കഴിഞ്ഞാൽ രാജ്യാധികാരമാണ് ലഭ്യമാകാൻ പോകുന്നത്. അങ്ങനെ ആ വിവാഹം നടക്കുകയാണ്. പക്ഷേ വിവാഹം നടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ കല്യാണം കഴിക്കുന്നത് സഹോദരൻ്റെ മകളെയാണ്. റോമൻ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു വിവാഹം പാടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു നിയമം ഇറക്കുകയാണ് ചെയ്തത്. സഹോദരൻ്റെ മകളെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന ഒരു നിയമം. അങ്ങനെ ആ നിയമം സെനറ്റിൽ പാസ്സാക്കുന്നു. അതിനുശേഷം മാത്രം അഗ്രിപ്പനയെ വിവാഹം ചെയ്യുന്നു. മെസ്സലീന ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് അഗ്രിപ്പന ചെയ്യുന്നത്. ഒരുപാട് പേരെ അഡൾട്ടറിയുടെ പേരിൽ കൊന്നുകളയുകയാണ്. അവർ ചെയ്ത കുറ്റം എന്താണെന്ന് അവർക്ക് പോലും അറിയുകയില്ല. അഡൾട്ടറി എന്ന് പറയുന്ന കുറ്റം അവരുടെ തലയ്ക്ക് മേൽ ചാർത്തി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അഗ്രിപ്പനയ്ക്ക് ദേഷ്യം തോന്നിയ ആരോടെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പ്രതികാരം ചെയ്യുന്നത്. മുൻപുണ്ടായിരുന്ന വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കുറ്റം ചാർത്തി കൊടുത്ത് അവരെ അങ്ങ് കൊന്നുകളയുകയാണ്. അതുമല്ലെങ്കിൽ തൻ്റെ അധികാരത്തിന് ഭീഷണിയായിട്ട് ആരെങ്കിലും വരുമെന്നുള്ള ഒരു തോന്നലുണ്ടായാൽ മാത്രം മതി അവരെ ഇല്ലായ്മ ചെയ്യാനും അഗ്രിപ്പന ശ്രമിക്കുന്നതാണ്. ആദ്യമായിട്ട് ഈ പ്രതികാര നടപടി നേരിടേണ്ടി വരുന്നത് ലോലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ ചെയ്ത കുറ്റമായിട്ട് പറയുന്നത് അഗ്രിപ്പനയുടെയും ക്ലൗഡിയസിൻ്റെയും വിവാഹം ചെയ്യുന്ന ആ സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഒരു അസ്ട്രോളജറെ പോയി കണ്ടു എന്നതാണ്. അതായത് ഒരു ജ്യോതിഷനെ പോയി കണ്ടു എന്നതാണ്. ജ്യോതിഷനെ പോയി കാണുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഈ രാജ്യാധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ അസ്ട്രോളജറെ പോയി കാണുന്നത് ഒരിക്കലും കൂടോത്രം ചെയ്ത് രാജാവിനെ കൊല്ലാൻ വേണ്ടിയൊക്കെ ആയിരിക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഒരു കാരണവുമില്ലാതെ നിരവധി ആളുകളെ, പ്രത്യേകിച്ച് സെനറ്റ് അംഗങ്ങളെ തന്നെ അഗ്രിപ്പനയുടെ ഉപദേശം അനുസരിച്ച് ക്ലൗഡിയസ് കൊന്നു കളയുന്നുണ്ട്. അഗ്രിപ്പനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്ലൗഡിയസിൻ്റെ മകനാണ്, മരിച്ചു പോയിട്ടുള്ള മെസ്സലീനയുടെയും മകനാണ് ബ്രിട്ടാനിക്കാസ്. ബ്രിട്ടാനിക്കാസ് ആണ് അടുത്ത രാജാവാകാൻ പോകുന്നത്. കാരണം ക്ലൗഡിയസിൻ്റെ രക്തത്തിൽ പിറന്നിട്ടുള്ള ഒരു പുത്രനാണ്. ബ്രിട്ടാനിക്കാസിനെതിരെ എങ്ങനെ ഒരു ശിക്ഷ നടപടി എടുക്കാൻ സാധിക്കുകയില്ല. കാരണം ക്ലൗഡിയസ് ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. ക്ലൗഡിയസിൻ്റെ സ്വന്തം മകനാണ്. പക്ഷേ ബ്രിട്ടാനിക്കസിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ എല്ലാം ഇല്ലായ്മ ചെയ്താലോ ബ്രിട്ടാനിക്കാസ് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അടുത്ത നടപടി ബ്രിട്ടാനിക്കാസിൻ്റെ വേണ്ടപ്പെട്ട അടുത്തിടപഴകുന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു. മെസ്സലേനിയെ പോയതോടുകൂടി തന്നെ ബ്രിട്ടാനിക്കാസ് ദുർബലനായിട്ട് മാറുകയായിരുന്നു. പക്ഷേ ഒരുപാട് അധ്യാപകരും ഒക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരെയെല്ലാം പല ഘട്ടങ്ങളിലായിട്ട് കൊന്നുകളയുകയാണ് അഗ്രിപ്പന. ഒടുവിൽ ബ്രിട്ടാനിക്കാസ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദുർബലനായിട്ടുള്ള ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ബ്രിട്ടാനിക്കാസിനെ എന്തിനാണ് ഒഴിവാക്കുന്നത്? തൻ്റെ മകനായിട്ടുള്ള നീറോയെ അടുത്ത രാജാവാക്കണം. നീറോ ഉണ്ട് അഗ്രിപ്പനയുടെ മകനായിട്ട്. പക്ഷേ അത് ക്ലൗഡിയസിൻ്റെ പുത്രനല്ല. ക്ലൗഡിയസിനെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പുത്രനാണ്. അടുത്ത നീക്കമെന്ന വണ്ണം ക്ലൗഡിയസിനെ കൊണ്ട് ഈ നീറോയെ ദത്തെടുപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ അഗ്രിപ്പന അഗസ്റ്റ എന്ന ഒരു പദവി നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചക്രവർത്തിനി അത്തരത്തിലുള്ളൊരു പദവി നേടിയെടുക്കുകയാണ്. അതിന് മുൻപുണ്ടായിരുന്ന ഒരു ചക്രവർത്തിനിക്കും ആ ഒരു പദവി നേടിയെടുക്കാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ ഒരു പദവി അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ പദവിയോടുകൂടി തന്നെ പല കാര്യങ്ങളും നേരിട്ട് നടപ്പിലാക്കാൻ അവൾക്ക് സാധിക്കുന്നതാണ്. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ റോമിന് അർമേനിയ നഷ്ടമാവുകയാണ്. സാമന്ത രാജ്യമായിരുന്നു. അവിടെ നിന്ന് ടാക്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ശക്തനായിട്ടുള്ള ഒരു രാജാവ് തന്നെയാണ് അവിടെ ഭരിച്ചിരുന്നത്. പക്ഷേ ആ രാജാവിൻ്റെ അനന്തരവൻ ആ രാജാവിനെ കൊന്ന് അധികാരം എടുക്കുകയായിരുന്നു. അപ്പോഴും ഒരു പ്രവിശ്യ രാജ്യമായിട്ട് തന്നെ അത് നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ഈ അനന്തരവൻ അത്ര ശക്തനായിട്ടുള്ള ഒരു രാജാവൊന്നും ആയിരുന്നില്ല. അധികാരം അയാൾ നേടിയെടുത്തെങ്കിലും ആ രാജ്യം അല്പമൊന്ന് ദുർബലമായിട്ട് മാറുന്നുണ്ട്. അത് എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകതയാണ്. പെട്ടെന്നൊരു അധികാരം കൈമാറ്റം നടക്കുന്ന സമയത്ത് ആ രാജ്യം പെട്ടെന്നൊന്ന് ഡിമ്മായിട്ട് പോകും. പക്ഷേ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ഒരു എംപയർ ആയിട്ടുള്ള പാർത്തിയസ്. ഇവിടേക്ക് ആക്രമണം അഴിച്ചു വിടുകയാണ്. അങ്ങനെ അർമേനിയയെ അവർ കീഴ്പ്പെടുത്തുകയാണ്. 52 AD ആയപ്പോൾ ക്ലൗഡിയസിന് വലിയ രോഗബാധ തന്നെ ഉണ്ടായി.
ആ രോഗബാധ ഉണ്ടായപ്പോൾ ശരിക്കും അഗ്രിപ്പിന തന്നെയായിരിക്കണം സന്തോഷിച്ചിട്ടുണ്ടാവുക. അഗ്രിപ്പിന പോയി നീറോയോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് സെനറ്റിൽ പോയിട്ട് ഒരു പ്രസംഗം അങ്ങ് കാച്ചുക. അച്ഛനിങ്ങനെ അവശതയിൽ കിടക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ധാരണ സെനറ്റ് അംഗങ്ങൾക്ക് കൊടുക്കുക. സെനറ്റിലുള്ള ആളുകൾക്ക് ആ രോഗത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടറിയാം. പക്ഷേ നീ അവിടെ പോയി ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാകും. അതായത് ഇദ്ദേഹം കഴിഞ്ഞാൽ, ക്ലൗഡിയസ് കഴിഞ്ഞാൽ അടുത്ത ചക്രവർത്തി അത് ന്യൂറോ ആയിരിക്കുമെന്നുള്ള ഒരു തോന്നൽ. ആ തോന്നൽ നീ ഉണ്ടാക്കിയെടുക്കണം. ന്യൂറോ ഇതേപോലെ തന്നെ അവിടെ പോയി പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ അയാൾ പറയുന്നത്, അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതങ്ങ് അറം പറ്റുക തന്നെ ചെയ്തു. ആ പ്രസംഗം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ക്ലൗഡിയസിന് സുഖം പ്രാപിച്ച് അയാൾ പഴയ ഒരു കോലത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നുണ്ട്. പക്ഷേ മടങ്ങിയെത്തിയ ഏതാണ്ട് ആ സമയത്ത് തന്നെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അയാൾക്ക് കേൾക്കേണ്ടി വന്നു. തൻ്റെ രാജ്യത്ത്, തൻ്റെ ആ പട്ടണത്തിൽ വലിയൊരു അഗ്നിബാധ സംഭവിക്കുന്നു. 2-3 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ആ അഗ്നി ശമിപ്പിക്കാനായിട്ട് സാധ്യമായത്. ഇവിടെ ന്യൂറോ കുറച്ചുകൂടെ കടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അയാൾ നേരിട്ട് സെനറ്റിൽ ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ്. സ്വയം അധികാരം ഏറ്റെടുക്കുന്നു എന്ന് പറയാം. ചക്രവർത്തിയുടെ അധികാരമല്ല, പക്ഷേ ഒരു കൺസ്യൂളിൻ്റെ അധികാരം അയാൾ എടുക്കുകയാണ്. കവർന്നെടുക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അയാൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അവിടെ അഗ്നിക്ക് ഇരയാക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കിട്ടുന്ന തരത്തിലുള്ള പല നിയമങ്ങളും അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സെനറ്റിന് അതൊക്കെ സ്വീകാര്യമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ സെനറ്റിന് ശരിക്കും സന്തോഷമാണ് തോന്നിയത്. കാരണം അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് കടന്നു വന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. അവിടുത്തെ സ്ഥിതി ശാന്തമാക്കുന്നതിൽ ന്യൂറോ വലിയ രീതിയിൽ വിജയിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ആ അഗ്നിബാധ സംഭവിച്ച സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാം നഷ്ടപ്പെട്ട ജനം ചക്രവർത്തിക്കെതിരെ തിരിയാനുള്ളൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുകയാണ് ന്യൂറോ. ന്യൂറോയുമായിട്ട് ഒരു രക്തബന്ധമില്ല, അഗ്രിപ്പനയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ദത്തെടുത്തിട്ടുമുണ്ട്. പക്ഷേ ബ്രിട്ടാനിക്കാസിനെ ഒരു ചക്രവർത്തിയാക്കി മാറ്റാനായിരിക്കും അയാൾ തീരുമാനിക്കുക. ഇത് അഗ്രിപ്പനയ്ക്കും വ്യക്തമായിരുന്നു. അതുകൊണ്ട് അഗ്രിപ്പന ന്യൂറോയോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നീ പോയി നിൻ്റെ വളർത്തച്ഛനോട് പറയണം, അതായത് ക്ലൗഡിയസിനോട് പറയണം, നിനക്ക് ഒരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമാണെന്ന്. അത് മറ്റാരുമല്ല, ക്ലൗഡിയ ഒക്ടേവിയാണ്, ക്ലൗഡിയസിൻ്റെ പുത്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലൗഡിയസ് ആ വിവാഹം നടത്തി തരുന്നതാണ്. കാരണം അങ്ങനെ നടത്തി തരികയാണെങ്കിൽ ന്യൂറോയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാകും. തൻ്റെ മരുമകനായിട്ട് കൂടെ മാറുകയാണ്. മകനാണ്, വളർത്തുമകനാണ്, മരുമകനുമാണ്. മരുമകന് രാജ്യാധികാരം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബ്രിട്ടാനിക്കാസ് ഉണ്ട്, പക്ഷേ ബ്രിട്ടാനിക്കാസ് അത്ര ശക്തനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടൊന്നും തോന്നുന്നില്ല ക്ലൗഡിയസിന്. ഇതിൻ്റെ കാരണം അഗ്രിപ്പന തന്നെയാണ്. ബ്രിട്ടാനിക്കാസിൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരെയും ഇല്ലായ്മ ചെയ്തു. ബ്രിട്ടാനിക്കാസ് ഏകനാണ്. അയാൾക്കൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനോ അവിടെ ആരും തന്നെ ഇല്ല. അഗ്രിപ്പനയുടെ ആ ബുദ്ധി കാരണമാണ് ബ്രിട്ടാനിക്കാസ് ഒന്നുമല്ലാതെയായി മാറുന്നത്. ന്യൂറോ തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ക്ലൗഡിയസിനോടും പോയി പറയുന്നുണ്ട്. ക്ലൗഡിയസ് അപ്പോൾ ഒരു വലിയ പ്രശ്നമാണ് ഉന്നയിച്ചത്. അതെങ്ങനെ സാധ്യമാകും? നീ എൻ്റെ ദത്തുപുത്രനാണ്, ക്ലൗഡിയ എൻ്റെ മകളുമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്. ഇവിടുത്തെ നിയമം അനുസരിച്ച് അപ്രകാരം ഒരു വിവാഹം ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ന്യൂറോയ്ക്ക് അതിനുള്ള ഒരു മാർഗവും ഉണ്ടായിരുന്നു. അഗ്രിപ്പന പറഞ്ഞു കൊടുത്ത മാർഗം തന്നെയാണ്. ഒരു മാർഗമുണ്ടച്ചാ, നമുക്ക് ക്ലൗഡിയയെ വേറൊരാളെ കൊണ്ട് ദത്തെടുപ്പിക്കാം. മറ്റുള്ള നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഉയർന്ന ഒരു കുടുംബത്തെ കൊണ്ട് ദത്തെടുപ്പിക്കാം. അതിനുശേഷം ഞാൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സഹോദരന്മാരല്ല. ഞങ്ങളുടെ വിവാഹത്തിന് നിയമസാധുതയുമുണ്ട്. ക്ലൗഡിയസിന് അത് നല്ല രീതിയിൽ ബോധിച്ചു. അതിനുപരിയായിട്ട് ന്യൂറോ വളരെയധികം ബുദ്ധിശാലിയാണെന്നും ഈ റോമൻ സാമ്രാജ്യം ഭരിക്കാനുള്ള ശക്തി അയാൾക്കുണ്ടെന്നും വ്യക്തമായി. അങ്ങനെ ആ വിവാഹം നടക്കുകയാണ്. ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞ് 54 AD ആയപ്പോൾ ഒരു വാൽ നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. റോമക്കാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് വാൽ നക്ഷത്രം ഒരു സൂചനയാണ്. അങ്ങനെ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ വർഷം തന്നെ ചക്രവർത്തി മരണമടയുന്നതാണ്. അഗ്രിപ്പന ഇതൊരു സുവർണ അവസരമായിട്ട് എടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ക്ലൗഡിയസിന് വിഷം കൊടുക്കുകയാണെങ്കിൽ അഗ്രിപ്പനയാണ് വിഷം കൊടുത്തതെന്ന് ആളുകൾ മണത്തറിയും. അങ്ങനെ വരികയാണെങ്കിൽ സെനറ്റ് അംഗങ്ങൾ ഒരുപക്ഷെ അധികാരം വെച്ചു കൊടുക്കുക ബ്രിട്ടാനിക്കാസിനായിരിക്കും. ന്യൂറോയെയും അഗ്രിപ്പനെയും ശിക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കൊല്ലപ്പെടുകയാണെങ്കിൽ
അതൊരു സാധാരണ മരണമായിട്ടേ ആളുകൾ എടുക്കുകയുള്ളൂ. കാരണം ഇവിടെ കണ്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ്, മരണമുണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ അഗ്രിപ്പന ഭക്ഷണത്തോടൊപ്പം തന്നെ കൂണുകൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണമായിരുന്നു. ആ കൂണുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിനോടൊപ്പം അല്പം വിഷം ചേർക്കുന്നുണ്ട്. ആ വിഷം കഴിച്ച് അയാൾ അബോധാവസ്ഥയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അബോധാവസ്ഥയിൽ കുറേയധികം നേരം കിടന്നു. വൈദ്യർ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് പലകുറി ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം വിഫലമായിട്ട് മാറുകയായിരുന്നു. ഒടുവിൽ ക്ലൗഡിയസും മരണത്തിന് കീഴടങ്ങി. അടുത്ത ചക്രവർത്തിയായിട്ട് മാറുന്നത് ന്യൂറോ ആണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ 6ാമത്തെ അധ്യായമായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു 100 വീഡിയോ ചെയ്താലും ഈ ചരിത്രം അവസാനിക്കുന്നതല്ല. അത്രയും വലിയ ഒരു ചരിത്രം തന്നെയാണ്. നിങ്ങൾ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ പുതിയൊരു സീരീസ് ആരംഭിക്കണോ? കുറേ അധികം പേർ എനിക്ക് കമൻറ്റിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യയുടെ ചരിത്രം, ആദ്യ ചരിത്രം മുതൽ തന്നെ സീരീസായിട്ട് ഈ റോമൻ ചരിത്രം പറയുന്നത് പോലെ തന്നെ പറയണമെന്ന്. അത്തരത്തിലുള്ള ഒരു സീരീസ് ഞാൻ ആരംഭിക്കണമോ, അതോ റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി ഞാൻ ചെയ്യണമോ? ഒരേ സമയത്ത് തന്നെ 2 സീരീസ് ചെയ്തു പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്ക് 2 ചാനലുണ്ട്. അതിന് പുറമേ ഒഫീഷ്യലായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ് എന്താണ് ചെയ്യേണ്ടത്. കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ചാനലും വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.